ഗേറ്റ് ബാംഗ്ലൂർ സംസാരിച്ചോ. ഹലോ, പറഞ്ഞു. കേൾക്കാമോ ബാസിൽ? കേൾക്കാം. ഗുഡ് ഈവനിങ്. ഞാൻ ഈ ചാനൽ സ്ഥിരമായി കാണാറുള്ള ഒരാളാണ്. ഇൻഫാക്ട് 90% നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റാറില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനൊരു ഗേ വ്യക്തിയാണ്. സോ ഞാൻ എൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ കാരണം ഞാനൊരു ക്ലോസ് സെറ്റഡ് ഗേ ആണ്. അതുകൊണ്ട് എൻ്റെ അനോണിമിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേര് പറയാത്തത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാനിവിടെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. സോ എനിക്ക് ബാസിലിനോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞങ്ങളെപ്പോലുള്ള മനുഷ്യര് എന്ത് ചെയ്യണമെന്നാണ് ബാസിലിന്റെ മതം പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ ഇന്നതാണ്. സോ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവരോടൊപ്പം സന്തോഷമായിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ മറച്ചു വെച്ച് വിവാഹം കഴിച്ചാൽ അത് ആ സ്ത്രീയോട് ചെയ്യുന്ന ഒരു വഞ്ചന കൂടി ആവുകയും ചെയ്യും. സോ ഞങ്ങളിത് ചെയ്യുന്നത് അധാർമികമാണെന്ന് നിങ്ങൾ പറയുന്നത്, പാപമാണ്, തിന്മയാണെന്ന് നിങ്ങൾ കരുതുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ലൈഫ് ലോങ്, അതായത് മരണം വരെ ഒരു സെക്ഷൽ പ്ലഷർ അനുഭവിക്കാതെ ഞങ്ങൾ ജീവിക്കണമെന്നാണോ ബാസിൽ പറഞ്ഞു വരുന്നത്? അതാണ് എനിക്ക് ബാസിലിനോടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഒരു ആക്ടിന്റെ മൊറാലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആക്ട് അത് ഒരു ധാർമ്മികമാണ്. അല്ല, ഞാൻ വിശ്വാസിയല്ല. ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ആളാണ്. എനിവേ ഞാൻ വിശ്വാസി അല്ല, മതവിശ്വാസി അല്ല. അപ്പൊ എനിവേ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ മൊറാലിറ്റിയെ പറ്റിയാണ്. ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശരിയോ തെറ്റോ എന്നുള്ളതിന് ഞങ്ങൾക്ക് എന്തുണ്ട്? കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. താങ്കൾക്ക് അങ്ങനെ മാനദണ്ഡമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു കാര്യം എങ്ങനെയാണ് ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് പറയാറ്. അപ്പൊ ആ ഒരു മാനദണ്ഡത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് തെറ്റാണെന്ന് പറയുമ്പോൾ, അത് തെറ്റാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്ത്, പേര് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സുഹൃത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സുഹൃത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും പറയുന്നത് ഈ ഇങ്ങനൊരു ഓറിയന്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നലുകളുള്ള ആളുകളെല്ലാവരും അത് എന്തെങ്കിലും എന്താ പറയാ അവരെ അട്ടിയോടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ കൊല്ലണമെന്നോ അതൊന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ആ പ്രവൃത്തി തെറ്റാണ് എന്നുള്ളതാണ്. ആ പ്രവൃത്തി തെറ്റാണെന്നുള്ളതാണ്. അല്ലാതെ ആളുകൾ എന്ന് പറയുന്നത് അവരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവർക്ക് പൗരാവകാശം, ഇന്ത്യയിൽ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് പൗരാവകാശം ഇല്ല എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയുടെ മാനദണ്ഡം അനുസരിച്ച് അത് തെറ്റാണ്. പക്ഷെ സുഹൃത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് താങ്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പിന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളതിന് ഞങ്ങൾ യോജിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ LGBT പൊളിറ്റിക്സും അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സും എല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് സൈക്കാട്രിക് അസോസിയേഷൻസും മെഡിക്കൽ അസോസിയേഷൻസും ഒക്കെ അതിനനുസരിച്ചുള്ള പോളിസീസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു പരിഹാര ശ്രമത്തിനുള്ള വാതിലുകൾ അവരടച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നതല്ലാതെ ഇതൊരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാറ്റാൻ പറ്റുന്നതാണെന്നാണ് ബാസിലിന്റെ വാദം. അതായത് സെക്ഷൽ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ബാസിലിന്റെ വാദം. അപ്പൊ ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നാണ് ബാസിൽ പറയുന്നത്? ഞാൻ ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത് പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അല്ല, അത് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ. അതായത് ബാംഗ്ലൂർ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തുമായിട്ട് ആഡ് ചെയ്യാനുള്ള സംഗതി, ഇപ്പോൾ ഇസ്ലാമില് പല കാര്യങ്ങളും തെറ്റായിട്ട് വിധിക്കപ്പെട്ട കാര്യങ്ങൾ പലതും ഉണ്ട്. അത് ഒരുപക്ഷെ ഇപ്പൊ സൈക്കോളജിക്കലി, ഇപ്പൊ അസ്യൂമിങ് സുഹൃത്ത് പറഞ്ഞ കാര്യം ശരിയാണ്, അദ്ദേഹത്തിന് അങ്ങനെയാണ്, മാറ്റാൻ പറ്റൂല എന്ന് അസ്യൂം മീൻസ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്, അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് വേറെ ചർച്ച. അങ്ങനെ ആയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുപാട് അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാവും സൈക്കോളജിക്കലി നമുക്ക് മാറ്റാൻ. ഉദാഹരണത്തിന് ഞാൻ മോഷണവും ഈ ആക്ടുമായിട്ട് കമ്പയർ ചെയ്യാന്ന് പറയരുത്. മോഷണത്തെ അല്ല ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഞാൻ കമ്പയർ ചെയ്യുന്നത് എന്താ പറയാ മാറ്റാൻ പറ്റായിക എന്നുള്ള ആ ഒരു വിഷയത്തെയാണ്. അതായത് ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മോഷണത്തോടുള്ള ഒരു എന്ത് കണ്ടാലും മോഷ്ടിക്കാൻ തോന്നും. അപ്പൊ ഇത് മോഷണം ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നു എന്നുള്ളത് കൊണ്ട് അവർ ചോദിക്കുകയാണ്, അവർ ഇതേ ഒരു ചോദ്യം ചോദിക്കാണ്ട് നോക്കുക, എനിക്ക് പിന്നെ എന്താ പറയാ മോഷ്ടിക്കാൻ ഇങ്ങനെ ടെൻഡൻസി വരുന്നുണ്ട് ഭയങ്കരമായിട്ട്, എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല, എന്നാൽ ഇത് അധാർമികമാണ് ഇസ്ലാം പറയുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ഒരു മറുപടി അവിടെ പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്, അതേസമയം ഇത് തെറ്റ് തന്നെയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇസ്ലാം പറയാ. ഇത് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഈ അർത്ഥത്തിലുള്ള സ്വവർഗ ആ ഒരു രീതിയിലുള്ള ആളുകൾക്ക് മാത്രമല്ല,
സാധാരണഗതിയിൽ ഹെട്രോസെക്ഷൽ എന്ന് പറയുന്ന, ഞാൻ അതിന് സാധാരണ എന്നാ പറയുള്ളൂ, എനിവേ ഹെട്രോസെക്ഷൽ എന്ന് പറയുന്ന ആളുകൾക്കും ഈ ഒരു വിഷയം വരും. ഉദാഹരണത്തിന് ഇസ്ലാമില് എന്താണ്, വിവാഹത്തിലൂടെ മാത്രമേ ഈ ലൈംഗിക ബന്ധം പാടുള്ളൂ. ആണും പെണ്ണും തമ്മിൽ വിവാഹത്തിലൂടെ മാത്രമുള്ള മറ്റെല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ വിവാഹത്തിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? വിവാഹത്തിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. വിവാഹത്തിന് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ എല്ലാ ചെലവും അയാൾ വഹിക്കേണ്ടതുണ്ട്. അതിനുള്ള ബാധ്യത അയാൾക്കുണ്ട്. അതേപോലെ സ്ത്രീക്ക് പുരുഷനോട് മഹർ ചോദിക്കാനുള്ള അവകാശമുണ്ട് വിവാഹത്തിൽ. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മഹർ കൊടുക്കാൻ പൈസ ഇല്ല, അയാൾക്ക് സ്ത്രീയെ സംരക്ഷിക്കാനുള്ള അയാൾക്ക് പൈസ ഇല്ല എന്ന് വെക്കുക. അപ്പൊ അയാൾക്കും ഇതേ ചോദ്യം ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വിവാഹത്തിനുള്ള സൗകര്യം ഇല്ല, എനിക്ക് അതിന് കഴിയില്ല, ഞാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കാരണം സ്ത്രീകൾ ആരും അയാളെ വിവാഹം ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ. അപ്പൊ ഈ അവസ്ഥയിലും അയാൾക്ക് ഈ ചോദ്യം ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. പക്ഷെ അയാളോട് ഇസ്ലാം പറയുന്നത് മനുഷ്യൻ ഈ ലോകം, ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പർപ്പസ് ഇല്ലാത്തൊരു സംഗതിയല്ല. ആ 10-60 വർഷം നമ്മൾ ജീവിക്കുന്നത് വെറുതെ സൃഷ്ടിച്ചതല്ല. ഒരു രീതിയിലും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു ചലഞ്ചും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ചലഞ്ചുകൾ എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ഈ ചലഞ്ചുകളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഇസ്ലാം നൽകുന്നുണ്ട്. ആ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷയാണ്. ഇതിനേക്കാൾ വലിയ ബൃഹത്തായിട്ടുള്ള അനന്തമായിട്ടുള്ള മറ്റൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഈ ജീവിതം എന്നുള്ളതാണ്. ഈ പരീക്ഷയിൽ വിജയിക്കാൻ അവിടെ നമ്മൾ അനുഭവിക്കുന്ന ചലഞ്ചുകൾ തീർച്ചയായിട്ടും അത് ചലഞ്ചാണ്. അതിനെ എന്താ പറയാ, ചെറുതാക്കി കാണുകയല്ല. ഒരുപാട് ചലഞ്ചുകൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ഇത് താങ്കൾ പറയുന്നത്, ഉദാഹരണത്തിന് താങ്കളുടെ അവസ്ഥയിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ അയാൾ അനുഭവിക്കുന്നത് അയാളുടെ ആ ഒരു ആശയവും ഇതും തമ്മിൽ വരുമ്പോൾ ഭയങ്കര ചലഞ്ച് തന്നെ ആയിരിക്കും. അപ്പോ അത്തരത്തിലുള്ള ചലഞ്ചുകൾ ഇല്ല എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഒരർത്ഥത്തിലും ചലഞ്ച് ഇല്ല എന്നല്ല പറയുന്നത്. ആ ചലഞ്ചുകൾ ഈ മറ്റൊരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള, അത് ഒരു ഗ്രാൻഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ, അത് ഒരു പരീക്ഷണമാണ്, ഇതൊരു പരീക്ഷണമാണ്, ഞാൻ അനുഭവിക്കുന്ന ഒരു പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളാനാണ് ഇസ്ലാം. പല വിധത്തിലുള്ള ചലഞ്ചുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാ വിധത്തിലുള്ള ചലഞ്ചുകൾ അനുഭവിക്കുന്നവരോടും ഇസ്ലാം പറയുന്നത് അതാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതാണ് അവർക്ക് പറയാനുള്ളത്. ഇനി ഇസ്ലാം ഇതൊക്കെ മാറ്റി കൊടുത്തു നിൽക്കുക, എന്നാൽ മനുഷ്യന് ചലഞ്ചുകൾ ഇല്ലാണ്ടാവുമോ? മനുഷ്യന് ഭൗതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ചലഞ്ചുകൾ മനുഷ്യനുണ്ടാവും. അപ്പൊ ആ മനുഷ്യനും ചോദിക്കും, അല്ലെ, എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെയാക്കി? ഉദാഹരണത്തിന് നിയമങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തു നിൽക്കുക, എന്നാൽ പോലും ഭൗതികമായിട്ട് പല ചലഞ്ചുകളും ഉണ്ടാവില്ലേ? അപ്പൊ അവരോടൊക്കെ ഇസ്ലാമിന് പറയാനുള്ളത് എന്താണ്? ഈ അർത്ഥത്തിലുള്ള ഒരു ഗ്രാൻഡ് പർപ്പസ് മനുഷ്യൻ കൊടുക്കാനുണ്ട് എന്നും, ഇങ്ങനെ ഗ്രാൻഡ് പർപ്പസ് കൊടുക്കാനുണ്ട് എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ഗ്രാൻഡ് പർപ്പസ് മനുഷ്യ ജീവിതത്തിന് അർത്ഥവും മീനിങ്ങും കൊടുക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യന് വളരെ വലിയ ആശ്വാസം അതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പഠനങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പർപ്പസും ജീവിതത്തിന് മീനിങ്ങും പർപ്പസും അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ, സൂസൈഡൽ ടെൻഡൻസി പോലെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ അതിനെ തടുത്തു നിർത്താനുള്ള ഒരു ശക്തി അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ജീവിതത്തിന് അർത്ഥവും പർപ്പസ് ആൻഡ് മീനിങ് കിട്ടുന്ന ആളുകൾക്ക്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പർപ്പസ് ആൻഡ് മീനിങ് മനുഷ്യനുണ്ട്. ആ ഒരു പർപ്പസ് ആൻഡ് മീനിങ്ങിന് അനുസരിച്ച് അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്ട്രഗിളുകളെ അവൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആവശ്യത്തിലുള്ള നിലപാട്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മോറലാണ്, ഒരു കാര്യം അധാർമികമാണ്, അതേസമയം ആ കാര്യത്തോടെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ എന്റെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അങ്ങനെ അതിനോട് മാത്രം ടെൻഡൻസി ഉള്ള രീതിയിലാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് ആ ഒരു ധാർമ്മികമായ ചോദ്യത്തെ അത് മാറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഒരു കാര്യം അധാർമികമാണ് എന്നതുകൊണ്ട് മാത്രം അതിനെ ധാർമ്മികമാക്കുന്നില്ല, അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു കാര്യത്തെ അധാർമികമാക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള കോൺസിക്വൻസ് വെച്ചുകൊണ്ട് അല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ധാർമ്മികതയും അധാർമികതയും നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ബസ്സിൽ ആഡ് ചെയ്യുന്നുണ്ടോ? ഇസ്ലാമിന്റെ ഇതിലും എത്രയോ നല്ലതാണ്, ഇതിലും എത്രയോ നല്ലതാണ്. ഞാൻ ഇപ്പം എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ച് വേറെ ആരെയും ദ്രോഹിക്കാതെ ഞാനും എന്റെ പാർട്ട്ണറും ഞങ്ങൾ ഒന്നിച്ച് കഴിയുന്നു. ഞങ്ങളൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ലൈഫ് സ്പോയിൽ ആവുന്നില്ല.
ഞങ്ങൾക്ക് ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ച് സന്തോഷമായി ജീവിക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുകയും ചെയ്യുന്നു. അതല്ലേ ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഇതൊരു അല്ല. പാപമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടാന്ന് പറഞ്ഞ് അപ്പൊ ലൈഫ് ലോങ് മരണം വരെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാതെ ഞങ്ങൾ കഴിയാന്ന് പറഞ്ഞാൽ അത് എത്ര വലിയൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഇതൊരു ബേസിക് ബയോളജിക്കൽ നീഡല്ലേ ഞങ്ങളുടെ. ഓക്കെ, ഒറ്റ മിനിറ്റ്, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ സുഹൃത്തെ. അപ്പം നമുക്കറിയാം പീഡോഫൈൽസ് ആയ ആളുകളുണ്ട്. അവര് പല ആളുകളും പറയുന്നത് അവർക്ക് അത് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. സുഹൃത്തിന്റെ അതേ ചോദ്യം ഞാൻ ചോദിക്കാണ്. ഒരു പീഡോഫൈലായ ഒരാൾക്കും ജീവിക്കണ്ടേ? അവിടെ അയാൾ അയാളുടെ പീഡോഫീലിക് ആയിട്ടുള്ള ഓറിയന്റേഷൻ അനുസരിച്ച് ആക്ട് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ അല്ലല്ലോ ഹോമോസെക്ഷുവാലിറ്റി. ഓക്കെ ഫൈൻ. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു മൊറാലിറ്റിയുടെ ഒരു ബേസ് നമ്മൾ വെക്കുകയാണ്. ഒരു കുട്ടിയുടെ അവകാശം വയലേറ്റ് ചെയ്യപ്പെടുക എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഫീലിങ്സ് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും, റൈറ്റ്? എന്നുവെച്ചാൽ ജീവിതാവസാനം വരെ അയാൾക്ക് ആ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ സപ്രസ് ചെയ്യണം, ആണോ? അതായത് അയാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അയാൾക്ക് മാറ്റാൻ പറ്റില്ലെങ്കിലും ഹി ഷുഡന്റ് ബി ആക്ടിങ് ഓൺ ഇറ്റ്. ബിക്കോസ് ഇഫ് ഹി ആക്ട്സ് ഓൺ ഇറ്റ് അയാൾ ഒരു ചെറിയ കുട്ടിയുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നുണ്ട്. സപ്രസ് ചെയ്യണം എന്നല്ല പറഞ്ഞത്, ഹി ഷുഡന്റ് ആക്ട് ഓൺ ഇറ്റ് എന്നാണ്. അപ്പൊ സപ്രസ് ചെയ്യണം എന്നല്ലേ? അതായത് അയാൾ അത് ചെയ്തുകൂടാ. അതെ, ആ ആക്ട് കമ്മിറ്റ് ചെയ്യരുത്. അത് ജീവിതാവസാനം വരേക്കും അയാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ച് ആക്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി സപ്രസ്ഡ്. അപ്പോ അതിൽ താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ സപ്രസ് ചെയ്യണം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണോ? സപ്രസ് ചെയ്യണം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആകുന്നത് എപ്പോഴാണ്? അത് സപ്രസ് ചെയ്യാതെ ജീവിക്കുന്നവർ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സപ്രസ് ചെയ്യണമെന്ന് ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ എന്നുള്ളതായിരുന്നു താങ്കളുടെ ആദ്യത്തെ പോയിന്റ്. അപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് there are some conditions. ആ കണ്ടീഷൻസ് അനുസരിച്ച് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? സപ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ സപ്രസ് ചെയ്തുകൂടാ, അങ്ങനെയാണോ? യെസ്. അതായത് സപ്രസ് ചെയ്യാതെ ഞാൻ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഐ ഷുഡന്റ് ആക്ട് ഓൺ ഇറ്റ്. അതാണ് പീഡോഫീലിയയെ നമുക്ക് അംഗീകരിക്കാനാവാത്തത്. ഞാൻ പീഡോഫീലിക് ആയിട്ടുള്ള ഓറിയന്റേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഇഫ് ഐ ആക്ട് ഓൺ ഇറ്റ് ഒരു കുഞ്ഞിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഞാൻ വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഷുഡന്റ് ആക്ട് ഓൺ ഇറ്റ്. മനസ്സിലായി. അപ്പൊ ഇവിടെ താങ്കൾ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ താങ്കൾ ഒരു മൊറാലിറ്റിയുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹാം പ്രിൻസിപ്പൾ എന്നാണ് അതിന് പറയാം. താങ്കൾ അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും യു ആർ സബ്സ്ക്രൈബ് ടു എ മൊറാലിറ്റി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹാം പ്രിൻസിപ്പൾ. ഹാം പ്രിൻസിപ്പൾ മീൻസ് മറ്റൊരാളെ ഉപദ്രവിക്കുന്നതാണ് തിന്മ, ഉപദ്രവിക്കാത്തതാണ് നന്മ. അപ്പോൾ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഡയറക്റ്റ് ഹാം എന്നുള്ളത് നമ്മൾ ബേസിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഹാം ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ് താങ്കളുടെ വിശ്വാസം. അത് പൊതുവിൽ പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇർറിലീജിയസ് അല്ലെങ്കിൽ റിലീജിയനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു മൊറാലിറ്റിയുടെ ബേസ് ആണ്. ദാറ്റ് ഫൈൻ, ഓക്കെ, താങ്കൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം, താങ്കൾക്ക് അതനുസരിച്ച് ജീവിക്കാം, താങ്കൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാം. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ ഡിബേറ്റ് ആണ്. വി ക്യാൻ ഹാവ് ദാറ്റ്. ബട്ട് ഇവിടെ താങ്കൾ ഒരു മൊറാലിറ്റി പറയുന്നു, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കലാണ് തിന്മ. ആ തിന്മ, അതായത് താങ്കളുടെ അഭിപ്രായത്തിലുള്ള തിന്മ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സെക്ഷൽ ഓറിയന്റേഷൻ സപ്രസ് ചെയ്യാം. ദാറ്റ് ഇസ് യുവർ പോയിന്റ്. ഓക്കെ, നമ്മളത് മനസ്സിലാക്കുന്നു. അത് നല്ലൊരു പൊസിഷനാണ്. അതേ പൊസിഷൻ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ മൊറാലിറ്റിയുടെ ബേസ് എന്താണെന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം. അതായത് നിങ്ങൾ പറയുന്നത് ഒരു ഒബ്വിയസ് ആയ വിസിബിൾ ആയ ഒരു ഹാം സംഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്ത് തെറ്റോ ശരിയോ എന്നുള്ളതിന്റെ മാനദണ്ഡം. ഞങ്ങൾ വിശ്വസിക്കുന്നത് കുറച്ചും കൂടി അപ്പുറത്തേക്കാണ്. ഹാം സംഭവിക്കുമ്പോൾ തന്നെയാണ് പലപ്പോഴും തിന്മ വരുന്നത്. പക്ഷെ പലപ്പോഴും ഹാം നമുക്ക് വിസിബിൾ ആയിക്കൊള്ളുന്നില്ല. പല ഹാമും പിന്നെ ഇൻസ്റ്റന്റ് ഹാം ആയിക്കൊള്ളുന്നില്ല. ഒരുപാട് കാലശേഷമായിരിക്കും ഹാം വരിക. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് ഹാം, എന്താണ് ഹാം അല്ലാത്തത്, എന്താണ് നന്മ, എന്താണ് നന്മയല്ലാത്തത് എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന, നമ്മെ സൃഷ്ടിച്ച പടച്ചവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹാം ഉണ്ടാകുന്ന കാര്യങ്ങൾ ആ പടച്ചവൻ വിരോധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഹാം ഉള്ള എന്നാൽ പടച്ചവൻ വിരോധിച്ചിട്ടുള്ള, നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലായാലും ഇല്ലെങ്കിലും പടച്ചവൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ പോലും അത് സപ്രസ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സപ്രസ് ചെയ്യണം. അപ്പൊ സപ്രസ് ചെയ്യണം എന്ന വിഷയത്തിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്ത് ചെയ്യാണ്? ഞാനും താങ്കളും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അഗ്രി ചെയ്ത് അത് അവിടെ അവസാനിപ്പിക്കാം. സപ്രസ് ചെയ്യുന്നത്
കംപ്ലീറ്റ്ലി ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അല്ല, പക്ഷെ അവിടെ മൊറാലിറ്റിയുടെ ബേസ് വെച്ചിട്ട് എന്താണ് ഹാം അല്ലെങ്കിൽ എന്താണ് തിന്മ എന്നുള്ളതിന്റെ ബേസ് വെച്ചിട്ടാണ് അത് നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാംഗ്ലൂരിലെ സുഹൃത്തും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് തിന്മ എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം, അതല്ലാതെ മറ്റേതിൽ കാര്യമില്ലാന്ന് സുഹൃത്തിന് മനസ്സിലായോ എന്ന് പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് നിങ്ങൾ പറയുന്നതിനോട് ഒട്ടും തന്നെ യോജിക്കാനാവില്ല. ബിക്കോസ് ഇത് തിന്മയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട മതഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളിൽ വരുന്നതിന്റെ കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. ആളുകൾ ധാരാളമായി അവരുടെ ഓറിയന്റേഷൻ തുറന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിന് ഇന്നുള്ള രീതിയിലുള്ള അറിവുണ്ടായിരുന്നില്ല. ശാസ്ത്ര സാങ്കേതിക മേഖല ഇതുപോലെ വികസിച്ചിട്ടില്ല. ലോകത്ത് ജനാധിപത്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടോ അല്ലെങ്കിൽ ജനാധിപത്യം വന്നുകൊണ്ടോ ഒന്നും ഒരു കാര്യം ശരിയും തെറ്റൊന്നും ആവില്ല. അതൊന്നും അല്ലല്ലോ മാനദണ്ഡം. മാനദണ്ഡം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ശരിയും തെറ്റും വേർതിരിക്കാനുള്ള മാനദണ്ഡമായി എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കാലം മുമ്പുള്ള ഗ്രന്ഥത്തിൽ എഴുതി, നമ്മുടെ ഗ്രന്ഥത്തിൽ എഴുതുന്ന പടച്ചവൻ, നമ്മെ സൃഷ്ടിച്ച എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ചവൻ പറഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം. ഓക്കെ, നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഏതോ ഒരു ബുക്കിൽ എഴുതി നിങ്ങൾക്ക് തോന്നാം, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് മാനദണ്ഡം എന്താണ്? നിങ്ങൾക്കൊരു മാനദണ്ഡം നിങ്ങൾ പറഞ്ഞു, ഉപദ്രവം ഉണ്ടാവുക എന്നത്. അതിന്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റിലേക്ക് നമുക്ക് പോവാം. അതിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഉപദ്രവം ഉണ്ടാവും. നമ്മൾ പറയുന്നു ആ ഉപദ്രവം ഉണ്ടാകുന്നതടക്കം പലതും നമുക്ക് മനസ്സിലാവില്ല, അത് എല്ലാം അറിയുന്ന പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മാനദണ്ഡം എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ ഇതിൽ ഓക്കെ, ഇനി ഉപദ്രവം എന്നുള്ള നിങ്ങളുടെ മാനദണ്ഡത്തിന്റെ തന്നെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് മനസ്സിലാവും. ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഒരു പിന്നെ ആങ്ങളക്കും അല്ലെങ്കിൽ ഒരു ട്വിൻ ബ്രദേഴ്സിന് പരസ്പരം എന്ത് ചെയ്യാണ് ഒരു പിന്നെ സെക്ഷൽ അട്രാക്ഷൻ തോന്നാം, ദാറ്റ് ഈസ് ഇൻസെസ്റ്റ്. ഷുഡ് ദേ സപ്രസ് ദെയർ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഷുഡ് ദേ ആക്ട് അപ്പോൺ ഇറ്റ്? ഇഫ് ദേ ആർ ബിലോ 18 അവർ സപ്രസ് ചെയ്യുന്നതാണ് നല്ലത്. ഇഫ് ദേ ആർ അബവ് 18 അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ്, അവരുടെ ലൈഫ്. ഇൻസെസ്റ്റ് ഇഫ് ദേ വോണ്ട് ടു ഡു ഇറ്റ് ലെറ്റ് ദം ഡു ഇറ്റ്. അതേസമയം പ്രൊട്ടക്ഷൻ എടുക്കുക പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. ദേ ഷുഡ് കൺസിഡർ ദെയർ സേഫ്റ്റി. What about a mother and a son? രണ്ടുപേരും അബവ് 18 ആണെങ്കിൽ ഇഫ് ദേ വോണ്ട് ടു ഡു ഇറ്റ് ലെറ്റ് ദം ഡു ഇറ്റ്. What about father and girl? എല്ലാം ലൈക്ക് ഓൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, മദർ ആൻഡ് സൺ ആണോ, ഫാദർ ഡോട്ടർ ആണോ, ഫാദർ സൺ ആണോ എന്നുള്ളത് ഇത് റിപ്പൾസീവ് എന്ന് നമുക്ക് തോന്നും. ഈവൻ എനിക്കും ആ തോട്ട് റിപ്പൾസീവ് ആണ്. പക്ഷെ ഒരാൾക്ക് അങ്ങനെ ചെയ്യണം തോന്നുകയാണെങ്കിൽ അയാൾ ചെയ്യട്ടെ എന്നാണ് എൻ്റെ. ഇഫ് ദേ ആർ ബോത്ത് അബവ് 18, അതായത് മുതിർന്ന പൗരന്മാരാണെങ്കിൽ ഇഫ് ദേ വോണ്ട് ടു ഡു ഇറ്റ് ചെയ്യട്ടെ. അപ്പോ താങ്കളുടെ ആശയം കൃത്യമായി പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു വാട്ട് അബൌട്ട് ഒരു പീഡോഫൈൽ ആണ്, വാട്ട് ഇഫ് ഈ ആ കുട്ടി അറിയാത്ത രീതിയിൽ ആ കുട്ടിയുമായി ഹീസ് എൻജോയിങ് ദ ചൈൽഡ്? വാട്ട് അബൌട്ട് ദാറ്റ്? സോറി, എനിക്ക് കേട്ടില്ല, ഒന്നുകൂടെ പറയോ? വോളിയം കുറവാണ് നിങ്ങളുടെ, ഒന്നുകൂടി പറയൂ. അത് ആ കുട്ടി ഒരു പീഡോഫൈല് ആ കുട്ടി അറിയാത്ത രീതിയിൽ ആ കുട്ടി എൻജോയ് ചെയ്യുകയാണെങ്കിൽ തെറ്റാണോ? കുട്ടി അറിയാത്ത രീതിയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, എന്താ അത്? ഒരു സാധാരണ വാത്സല്യം പോലെയാണ് ആള് ചെയ്യുന്നത്, ഐഡന്റിഫയബിൾ അല്ല, ബട്ട് ഹീസ് ബേസിക്കലി എൻജോയിങ് ഇറ്റ്. ഹീസ് ഹാവിങ് എ സെക്ഷൽ പ്ലഷർ. ഈ മുതിർന്ന ആളോ അതോ ഈ കുട്ടിയോ? മുതിർന്ന ആള്. മുതിർന്ന ആള് പ്ലഷർ എൻജോയ് ചെയ്യുന്നു, പക്ഷെ കുട്ടി അത് റിയലൈസ് ചെയ്യുന്ന പോലും ഇല്ല. ദാറ്റ് ഇസ് വാട്ട് യു ആർ സേയിങ്. കുട്ടിക്ക് ഹാം ഇല്ല എന്നല്ലേ? കുട്ടിക്ക് ഹാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊരു കുട്ടിയാകുമ്പം വി ഷുഡന്റ് ഡു ഇറ്റ് എന്നുള്ളതാണ്. കുട്ടിക്ക് ഈവൻ ഹാം ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എക്സ്ട്രാ കോഷ്യസ് ആവാണല്ലോ ചെയ്യുക എപ്പോഴും. ബിലോ 18 ആണെങ്കിൽ യു ഷുഡന്റ് ഡു ഇറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ വെച്ച മാനദണ്ഡം എന്താ വെച്ചാൽ കുട്ടിക്ക് ഹാം ഉണ്ട്, അതുകൊണ്ട് മറ്റൊരു ഹാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, സപ്രസ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ മാനദണ്ഡം പോയോ? അല്ല, അങ്ങനെയല്ല. ഈ എക്സ്ട്രാ കോഷ്യസ് ഒരു ഗേറ്റ് ബാംഗ്ലൂർ എന്നുള്ള ഐഡി എന്ന് വന്നിട്ട് എക്സ്ട്രാ കോഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പരിഹാസ്യമായി മാറും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മാനദണ്ഡം വെക്കാതെയാണല്ലോ താങ്കൾ ഈ പറയുന്നത്. അല്ലല്ലോ, മാനദണ്ഡത്തിന്റെ അല്ലല്ലോ. കുട്ടിക്ക് ഇൻഫോംഡ് കൺസെന്റ് നൽകാൻ സാധിക്കില്ല. അത് കുഞ്ഞല്ലേ. സപ്പോസ് ഒരു 2ാം ക്ലാസ്സിലെ കുട്ടി, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ കുട്ടിക്ക് ലോകത്തെ കുറിച്ചിട്ടോ തന്റെ ശരീരത്തെ കുറിച്ചിട്ടോ ഒന്നും കാര്യമായിട്ട് ഒരു ഇൻഫോംഡ് കൺസെന്റ് നൽകാനോ ഒന്നും സാധിക്കില്ല. 7 വയസ്സുള്ള ഒരു കുഞ്ഞ് മാത്രല്ലേ അത്. ഉപദ്രവമില്ലല്ലോ.
കുട്ടിയെ ഉപദ്രവിക്കുന്നില്ല, കുട്ടി അറിയുന്ന പോലും ഇല്ല. ആ ആയിക്കോട്ടെ, കുട്ടി ഉറങ്ങിക്കിടക്കുകയാണെന്ന് വെക്കൂ, സപ്പോസ് കുട്ടി അറിയുന്ന പോലും ഇല്ല, അങ്ങനെ ഒരു കാര്യം നടക്കുന്നതായിട്ട് പോലും കുട്ടി അറിയുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അവിടെ ഒരു വയലേഷൻ ആണ് നടക്കുന്നത്. ഒരാൾ അറിയാതെ, ഇപ്പൊ നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ക്യാമറ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളത് കൊണ്ട് കാര്യമായില്ല. അതൊരു റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് വയലേറ്റ് ചെയ്യപ്പെടുന്നു. അത് കുഞ്ഞാണെങ്കിലും ചെയ്യരുത്, മുതിർന്ന ഒരാളാണെങ്കിലും ചെയ്യരുത്. ഇപ്പൊ ഒരാൾ കുളിക്കുകയാണ് അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റുകയാണ്, അയാൾ അറിയുന്ന പോലും ഇല്ല, നിങ്ങളൊരു ഒളി ക്യാമറ വെച്ചെന്ന് സങ്കല്പിക്കുക, അയാളുടെ ഒരു റൈറ്റ്സും വയലേറ്റ് ചെയ്യപ്പെട്ടില്ലല്ലോ എന്നല്ല നമ്മൾ അവിടെ ചിന്തിക്കുക. മറിച്ച് റൈറ്റ് ടു പ്രൈവസി എന്നൊന്നുണ്ട്. ഞാൻ ഒരാളുമായി ഒരു സെക്ഷൽ ആക്ടിൽ ഏർപ്പെടുമ്പോൾ അത് എന്റെ പൂർണ്ണ സമ്മതത്തോടെ കൺസെന്റോട് കൂടി നടക്കേണ്ട ഒരു കാര്യമാണ് സഹോദരൻ. സെക്ഷൽ ആക്ടും നടക്കുന്നില്ല, വാത്സല്യത്തോടു കൂടി ഒന്ന് തലോടുക പോലുള്ള കാര്യങ്ങളെ ചെയ്യുന്നു. ഒന്നുകൂടി പറയൂ. ഇവിടെ നെറ്റ് ബ്രേക്ക്. കൺസെന്റിന്റെ ഇഷ്യൂ വരുന്നത് എന്താണ്, ഇത് പ്രശ്നമുള്ളത് കൊണ്ടല്ലേ, ലൈക്ക് ഹാം ഉള്ളത് കൊണ്ടല്ലേ കൺസെന്റ് വേണമെന്ന് പറയുന്നത്. ഹാം ഉള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ കൺസെന്റ് വേണമെന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രവൃത്തിയാവട്ടെ, സെക്സ് തന്നെ ആവണമെന്നില്ല, ഏത് കാര്യമാവട്ടെ, ഇപ്പൊ ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് ഒരു ആഹാരം കഴിപ്പിക്കുകയാണ്, ആ ആഹാരം നിങ്ങളുടെ ശരീരത്തിന് വളരെ നല്ലൊരു ആഹാരമാണെങ്കിൽ പോലും നിങ്ങളുടെ ഇച്ഛയ്ക്ക് ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ. ആയിരിക്കില്ല, ആയിരിക്കില്ല, അത് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൺസെന്റ് എന്നുള്ള റൂൾ വരുന്നത്. അല്ലാതെ കൺസെന്റിന് ഷാനു കുറച്ച് അടുപ്പിച്ച് പിടിക്കാം. കൺസെന്റിന് ഇൻ ആൻഡ് സെൽഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. കൺസെന്റ് വരുന്നത് ഹാമിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. ഇറ്റ്സ് ഇൻസ്ട്രുമെന്റലി റോങ് ആണ്. കൺസെന്റ് ഇല്ല എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റലി റോങ് ആണ്. എനിക്ക് നിങ്ങൾ എന്താ പറയുന്നത്, ഇൻസ്ട്രുമെന്റലി റോങ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കൺസെന്റ് ഇല്ലാതെ ഒരാളുമായിട്ട് സെക്സിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നത് അത് അയാൾക്ക് ഹാമിലേക്ക് ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളിപ്പോ പറഞ്ഞു എനിക്ക് യോജിപ്പില്ല അതിനോട്. എന്നെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും നിർബന്ധിച്ച് ഫുഡ് കഴിക്കുന്നത് ഒരു മോശം കാര്യമാവില്ലല്ലോ. അല്ലല്ല, നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ട്, പ്രത്യേകിച്ച് നിങ്ങളൊരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കൺസെന്റിന് വിപരീതമായിട്ട് ഞാൻ നിങ്ങളെ അത് ചെയ്യാൻ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോട്ടീൻ പൗഡർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ തരാണ്, പക്ഷെ പ്രോട്ടീൻ പൗഡർ ശരീരത്തിന് വളരെ നല്ലൊരു കാര്യമാണ്, നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെന്റ്സിനെ അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബോഡിക്ക് അത് ഗുണപ്രദമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ ഞാനത് നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ പോകുമ്പോഴോ വാക്സിൻ ഞാൻ കൗണ്ടർ ചെയ്ത പോയിന്റ് ബ്രോ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബിരിയാണിയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ബ്രോ കുറച്ച് സൗണ്ടിൽ പറയാം. ഫോണിന്റെ ഇഷ്യൂ ആണ്. കേൾക്കുന്നില്ലേ? ഓക്കെ, മേ ബി ഐ ഷുഡ് ഷൗട്ട് ലൈക്ക് ഓക്കെ. ബിരിയാണിയുടെ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ അതേ പോയിന്റ് നിങ്ങൾ പ്രോട്ടീന്റെ വിഷയത്തിലും പറഞ്ഞത്. ഞാൻ ഓൾറെഡി കൗണ്ടർ പറഞ്ഞു. ആ കൗണ്ടറിന് നിങ്ങൾ തിരിച്ച് കൗണ്ടർ പറയൂ. എന്താണ് നിങ്ങളുടെ കൗണ്ടർ? എനിക്ക് മനസ്സിലായില്ല, എന്താ നിങ്ങൾ പറയുന്നത്? ബിരിയാണിയുടെ വിഷയത്തിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രോട്ടീന്റെ വിഷയത്തിലും എന്നൊരാൾ നിർബന്ധിക്കുമ്പോൾ ഞാൻ ഡിസ്കംഫേർട്ട് ആവുന്നത് കൊണ്ടാണ്, ആ ഡിസ്കംഫേർട്ട് കാരണം എനിക്ക് ഹാം ഉണ്ടാവുന്നത് കൊണ്ടാണ്, എന്റെ ഫ്രീഡത്തിന് അത് വയലേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ കൺസെന്റ് എന്ന് പറയുന്നത് ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് റോങ് അല്ല, കൺസെന്റ് ഹാമിലേക്ക് ലീഡ് ചെയ്യുന്നത് കൊണ്ട് റോങ് ആണ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തരം ഹാമാണ്? ശാരീരികമായ ഹാമാണോ? ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. സൈക്കോളജിക്കലായി അവിടെ ഒരു ഹാം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അവിടെ വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്. സൈക്കോളജിക്കലിയോ ശാരീരികമായോ, അതായത് മാനസികമായോ ശാരീരികമായോ ഒരു ഹാമും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് തന്നെ വെച്ചോളൂ. അതാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ വസ്ത്രം മാറുന്നത് നിങ്ങൾ അറിയാതെ ഒരു രഹസ്യ ക്യാമറ വെച്ച് ഞാൻ കണ്ടുപിടിക്കുന്നു എന്നിരിക്കട്ടെ, സപ്പോസ്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളും ബാസിലും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റ് നിങ്ങൾ രണ്ടുപേരും അറിയാതെ അത് ഒളിച്ചിരുന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ പേഴ്സണൽ ഡയറി നിങ്ങൾ അറിയാതെ ഞാൻ എന്നെടുത്ത് വായിക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന പോലും ഇല്ല അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതായിട്ട്. അങ്ങനെയാണെങ്കിൽ പോലും അത് ശരിയല്ല, അത് അധാർമികമാണ്, റൈറ്റ് ടു പ്രൈവസി വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് റൈറ്റ് ടു പ്രൈവസി ഹാം ലീഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അത് തെറ്റാവുന്നത്? ഒരാൾ ഉപദ്രവിക്കുന്നില്ല എന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അത് തെറ്റാവുന്നതാണ് ചോദിക്കുന്നത്. റൈറ്റ് ടു പ്രൈവസി വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് തെറ്റാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യര് ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രൈവസി എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പ്രൈവസി എന്ന് പറയുന്നത് ഇൻഹെറന്റ്ലി റോങ് അല്ല. ഐ മീൻ പ്രൈവസി വയലേറ്റ് ചെയ്യുന്ന ഇൻഹെറന്റ്ലി റോങ് അല്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എതിരാവുന്നത് കൊണ്ടാണ് അത് റോങ് ആവുന്നത്, വിച്ച് ഇസ്
എന്താണ് ഹാമിൽ നിങ്ങൾ എന്നാണ് പ്രൈവസി നോക്കുന്നത്. ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാനത് റെസ്പെക്ട് ചെയ്യണം. നിങ്ങളിപ്പോ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ വന്ന് ഒളിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്? അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പ്രൈവസി ആഗ്രഹിക്കുന്നു. നിങ്ങൾ വസ്ത്രം മാറുന്നത് കതകടച്ച് കുറ്റിയിട്ട് മാറുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ വസ്ത്രം മാറുന്ന ആ ദൃശ്യം മറ്റൊരാൾ കാണരുതെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ അവിടെ നിങ്ങൾ അറിയാതെ ഒളിഞ്ഞു നോക്കുകയോ രഹസ്യ ക്യാമറ വെക്കുകയോ ചെയ്യുമ്പോൾ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. ഒരു മിനിറ്റ് ഷാനു, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റ് ഞാൻ അദ്ദേഹം പറഞ്ഞതിലുള്ള ഒരു പോയിന്റ്, അതായത് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നമുക്ക് ഹാമില്ലാത്തൊരു കാര്യം ആണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ നമ്മൾ അവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്നുള്ള ഇതിലായിരുന്നു തുടങ്ങിയത്. ഇപ്പൊ അദ്ദേഹം പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഷാനു ചോദിച്ച ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഹാമില്ലെങ്കിലും വേറെ കാരണങ്ങൾ കൊണ്ട് റെസ്ട്രിക്ട് ചെയ്യാം, അതായത് അത് അധാർമിക, ഇപ്പൊ അധാർമികം എന്നുള്ള വേർഡ് തന്നെ അദ്ദേഹം പറഞ്ഞു, അധാർമികമാണെങ്കിൽ അത് റെസ്ട്രിക്ട് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഹാം അതായത് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഹാം ഇല്ലെങ്കിൽ പോലും അധാർമികമായ കാര്യം റെസ്ട്രിക്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അവിടെ ധാർമ്മികം എന്നുള്ളതിന് താങ്കളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഷാനു കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇടയിൽ ഒരു പോയിന്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സെക്സ് സപ്രസ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അനുവദിച്ചു തരണം എന്നല്ല നിങ്ങൾ ബേസിക്കലി പറഞ്ഞത്. സോ ഇമാജിൻ എ സിറ്റുവേഷൻ ലൈക്ക് നിങ്ങളൊരു ബൈസെക്ഷൽ ആണെന്ന് വിചാരിക്കേ, കേൾക്കുന്നില്ലേ? കേൾക്കാം. നിങ്ങളൊരു ബൈസെക്ഷൽ ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് സെയിം സെക്സും ഓക്കെയാണ്, മറ്റേതും ഓക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈഫ് ടൈം സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ സെയിം സെക്സ് ആക്ട് റെസ്ട്രിക്ട് ചെയ്യുന്നത് പ്രശ്നമാണോ? റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. യെസ്, ഇറ്റ്സ് സ്റ്റിൽ എ പ്രോബ്ലം, റൈറ്റ്? റെസ്ട്രിക്ട് ചെയ്യുന്നത് സ്റ്റിൽ എ പ്രോബ്ലം. അതായത് നിങ്ങൾ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രശ്നമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അനുവദിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതല്ലാതെ നിങ്ങളുടെ അല്ല നിങ്ങളുടെ പോയിന്റ് അല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് ഗേ ആയ ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇത് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ്ലി നിങ്ങൾ മരണം വരെ ആ വ്യക്തിക്ക് ലൈംഗിക സുഖം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ബൈസെക്ഷൽ ആയ ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇത് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇഫക്റ്റീവ്ലി അയാൾക്ക് ആഗ്രഹമുള്ള ഒരു രീതിയിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇത് മാത്രം നിഷേധിക്കുകയും മറ്റത് അനുവദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അത് കുറെ കൂടി താങ്ങാനാകും. എന്നെപ്പോലുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, എനിക്കൊക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട് ട്രോമ നൽകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മരണം വരെ സെക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് നിങ്ങൾ അത് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാണ്. ബൈ ആയിട്ടുള്ള ഒരാൾക്ക് കുറെ കൂടെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. ഓക്കെ, ബട്ട് യു സ്റ്റിൽ തിങ്ക് ദാറ്റ് അത് തെറ്റാണ് എന്നുള്ളത്, അതായത് ബൈ ആയിട്ടുള്ള ആളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് തെറ്റാണ്? റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ് മറ്റുള്ളവർക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ തെറ്റാണ് തന്നെ ഞാൻ കരുതുന്നു. തെറ്റാണ്. അതെ. അപ്പൊ ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് നിങ്ങളെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല, റൈറ്റ്? റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. അനുവദിക്കപ്പെടാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റെസ്ട്രിക്ട് ചെയ്യണം. അല്ല, റെസ്ട്രിക്ട് ചെയ്യേ വേണ്ടെന്ന് ഞാൻ പറയുന്നത്. ചെയ്യേണ്ടവര് ചെയ്യട്ടെ എന്നാണ്. പീഡോഫിലിയയുടെ വിഷയത്തിൽ ആ കുട്ടിയുടെ റൈറ്റ്സ് വയലേറ്റ്, അതിന് കൺസെന്റ് നൽകാൻ പറ്റാത്തത് കൊണ്ടാണ്. ധാർമ്മികത അതായത് കുട്ടിയുടെ റൈറ്റ് ഇനിയിപ്പോ ഹാം ഇല്ലെങ്കിൽ കൂടി അത് റെസ്ട്രിക്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ തലോടുന്നത് പോലും അത് വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് റെസ്ട്രിക്ട് ചെയ്യണം. ഇൻഫോംഡ് കൺസെന്റ് നൽകാൻ പറ്റാത്തത് കൊണ്ട് റെസ്ട്രിക്ട് ചെയ്യണം. കറക്റ്റ്. അതെ, നിങ്ങൾ മാനദണ്ഡങ്ങൾ വെച്ചു, ആ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നത് റെസ്ട്രിക്ട് ചെയ്യണം. അതെ. അപ്പൊ അതാ വെച്ചാല് ഞങ്ങളും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അത് ഇനി അവരുടെ സെക്ഷലി ഉള്ള കാര്യങ്ങൾ അത് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിലും മരണം വരേക്കും അവർക്കത് പറ്റുന്നില്ലെങ്കിലൊക്കെ അത് റെസ്ട്രിക്ട് ചെയ്യണം തന്നെയാണ് നിങ്ങളുടെ അടിസ്ഥാനം. ഞങ്ങൾ പറയുന്ന അതേപോലെ തന്നെ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അനുവദിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ അതേ കാര്യം എന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു, ചില കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡം ഞങ്ങൾക്കുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ, അതിൽ വേറെ ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അത് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യാമെന്നും പറയുന്നു. ഇത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളും തമ്മിൽ എന്തില്ല, ഹറാമും ഹലാലും എന്ന് പേരിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
പേരങ്ങനെ ഇടുന്നില്ല എന്ന് അല്ലല്ലോ. മാത്രമേ ഉള്ളൂ. സി അങ്ങനെ അത് ഇപ്പൊ ഇതാണ് ദിസ് ഇസ് വാട്ട് യു ആർ സേയിങ്. സി ഇതിപ്പോ ഇതേ യുക്തി സഹോദര ഒരു സംഘിക്ക് ഒരു BJP കാരന് പറയാൻ പറ്റും. ഞാനിപ്പോ BJP RSS അവരെ അങ്ങേയറ്റം എതിർക്കുന്ന ഒരാളാണ്. ഞാൻ ലൈഫിൽ ഇന്ന് വരെ അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇനി ചെയ്യുകയുമില്ല. ബിക്കോസ് എനിക്ക് അവരുടെ ഒരു ടോക്സിക് മുസ്ലിം ഫോബിക് ആയിട്ടുള്ള രാഷ്ട്രീയത്തോട് ഒട്ടും യോജിപ്പില്ല. പക്ഷെ ഇപ്പൊ ഒരു സംഘി നാളെ വന്നിട്ട് പറയാണ് ഞങ്ങളുടെ ധാർമ്മികത അനുസരിച്ച് പശു ഞങ്ങൾക്ക് അമ്മയാണ്, അതുകൊണ്ട് നിങ്ങൾ തിന്നാൻ പാടില്ല, ഞങ്ങൾ ഇതാ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അതേപോലെയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഓക്കെ മതത്തിൽ ഇത് തിന്മയാണ്, അവിടെ അതുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ പ്രശ്നം. റെസ്ട്രിക്ട് ചെയ്യുന്നു. ബ്രോയിലും സംഖ്യയും തമ്മിൽ എന്താണ് വ്യത്യാസം? ബ്രോ പറയുന്നു ബ്രോന്റെ ധാർമ്മികതയിൽ ശരിയല്ല എന്ന് പറയുന്നു, സംഖ്യ പറയുന്നു സംഖ്യയുടെ ധാർമ്മികതയിൽ ശരിയല്ല. ഹൗ യു ബോത്ത് ആർ ഡിഫറൻസ്? നിങ്ങളുടെ ഏത് ധാർമ്മികത കാര്യത്തിലാണെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് അല്ലല്ലോ. സി പിന്നെ മൊറാലിറ്റി ഇപ്പോ എല്ലാ മനുഷ്യർക്കും നിങ്ങൾ കുറെ മാനദണ്ഡങ്ങളും ഹാം പ്രിൻസിപ്പളും കുറെ പിന്നെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ശരിയാണെന്നും തെറ്റാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. തെറ്റാണെങ്കിൽ അത് എത്ര തന്നെ ഒരാളുടെ മരണം വരേക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് റെസ്ട്രിക്ട് ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതേ കാര്യം ഞങ്ങളും അംഗീകരിക്കണം എന്നാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ ഇതില്. മൂപ്പർ ബാംഗ്ലൂരിൽ അദ്ദേഹം പറഞ്ഞ പോയിന്റില് ഒരു ഒരു ആ ഒരു കമ്പാരിസണിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് സംഖ്യ വന്ന് നമ്മളോട് പറയാണ് നിങ്ങൾ ഞങ്ങളുടെ ധാർമ്മികതയിൽ ബീഫ് കഴിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ കഴിക്കരുത്, കഴിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ, വെറുതെ പറയുകയാണ്, നമ്മൾ ആ ഒരു ആശയപരമായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതല്ലല്ലോ അവിടെ വിഷയം. സംഘികൾ ആശയപരമായിട്ട് നമ്മളോട് അർത്ഥത്തിൽ സംവാദിക്കാൻ വരികയും ഞങ്ങൾ പറയാണ് ഓക്കെ, ഞങ്ങൾ പറയും ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഈ സംസാരിക്കുന്ന പോലെ തന്നെ ഒരു സംഘി എന്ന് പറയാണ് ഞങ്ങളുടെ ധാർമ്മികതയിൽ ഇത് കഴിക്കുന്നത് തെറ്റാണ്, പിന്നെ ഞങ്ങൾ പറയാണ് അല്ല തെറ്റല്ല. ഇത് ആശയപരമായിട്ടുള്ള സംവാദം മാത്രമായിട്ട് നടക്കുകയാണെങ്കിൽ അതല്ലല്ലോ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നമല്ലല്ലോ. അവര് ഫിസിക്കലി വയലന്റ് ആയിട്ട് അത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നു, അതിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നു. ഇതാണല്ലോ പ്രശ്നം. അപ്പൊ ആ ഒരു കമ്പാരിസണിൽ പ്രശ്നമുണ്ട്. ഞങ്ങളിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ വന്ന് ഫിസിക്കലി അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയം അടിച്ചേൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ആ ഒരു നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. സംഘികൾ കേവലം ബീഫ് തിന്നരുതെന്ന് വായ കൊണ്ട് പറയുകയോ ലേഖനങ്ങൾ എഴുതുകയോ മാത്രം ചെയ്യല്ല ചെയ്യുന്നത്, മറിച്ച് ബീഫ് തിന്നുന്ന ആളുകളെ പെർട്ടിക്കുലർലി മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിക്കുക, ഫിസിക്കലി ഉപദ്രവിക്കുക, കൊന്നുകളയുക പോലുള്ള കാര്യങ്ങളാണ് സംഘികൾ ചെയ്യുന്നത്. പക്ഷേ ഇത് തന്നെയല്ലേ ഇപ്പൊ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ, ഇപ്പൊ സൗദി പോലുള്ള രാജ്യങ്ങളിൽ എന്നെ പോലുള്ള മനുഷ്യരെ കൊന്നുകളയണമെന്ന് അവിടെ നിയമമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ വായ കൊണ്ട് വെറുതെ പറയല്ല ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ മതത്തിൽ ഇത് നിഷിദ്ധാണ്, സോ ഞങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എന്നുള്ളൊരു ജനാധിപത്യ ബോധത്തോടെ അല്ലല്ലോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ എന്നെ പോലുള്ള മനുഷ്യരോട് ഇടപെടുന്നത്. ഒരു മിനിറ്റ്, അവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ ചോദിച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒബ്വിയസ്ലി പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ദീസ് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഒരിക്കലും പറ്റില്ല. കാരണം അതിനെന്തുണ്ട്, സാമൂഹികമായ ധാർമ്മികത അവിടെ നിലനിൽക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതിനപ്പുറത്തേക്ക് സാക്ഷികളില്ലാത്ത രൂപത്തിൽ നിങ്ങൾ പ്രൈവസിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇസ്ലാമിക ഗവൺമെന്റുകൾ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് വന്നിട്ട് ഇടപെടുന്ന ഒരു വിഷയമല്ല ഇത്തരം വിഷയങ്ങൾ. ഇപ്പോൾ ഈവൻ ഖിലാഫത്തിന്റെ പല വിഷയങ്ങളിലും പല മേഖലകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇസ്ലാമിക ഖിലാഫത്തിൽ പല സമുദായങ്ങളിലും ഇസ്ലാം വിരോധിച്ച രൂപത്തിലുള്ള പല ബന്ധങ്ങളും അത് അവര് പ്രൈവസിയിൽ ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിക ഗവൺമെന്റ് അതിലേക്ക് ഇടപെടുന്നില്ല. എന്നാൽ അതേ സമയത്ത് അത് പബ്ലിക്കലി ഇപ്പൊ റഷ്യയും അതുപോലെ തന്നെ പല രാജ്യങ്ങളൊക്കെ ബാൻ ചെയ്തതുപോലെ അത് ചില കുട്ടികളടക്കം ബാധിക്കും അല്ലെങ്കിൽ സാമൂഹികമായി അതിനെ ബാധിക്കും എന്നുള്ള നിലക്ക് പബ്ലിക്കലി കയറി പിന്നെന്താ പറയാ പ്രൈഡ് പരേഡ് നടത്തുക, നഗ്നതാ പ്രദർശനം നടത്തുക പോലുള്ള കാര്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റൂല. അതിൽ യാതൊരു സംശയമില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ പ്രൈവസിയിൽ എന്നുള്ളത് നോക്കി അവിടെ ചെയ്യാന്നുള്ളതല്ല. ഈവൻ ഇസ്ലാമിൽ വ്യഭിചാരത്തിന് പോലുമുള്ള ശിക്ഷ സാക്ഷികൾ ഉണ്ടാകുമ്പോഴാണ്. സാക്ഷികളില്ലാതെ ആരെങ്കിലും വ്യഭിചാരം ആരോപിച്ചാൽ പോലും ആ ആരോപിച്ചവർക്കെതിരെയാണ് എന്ത് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം അല്ലല്ല, അത് യോജിപ്പില്ല. ഇതിൽ തന്നെയും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മതത്തിൽ ഇന്നത് നിഷിദ്ധമാണ് അല്ലെങ്കിൽ അത് പാടില്ല എന്ന് ഞങ്ങളുടെ ഈശ്വരൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടാണ്. നേരെ മറിച്ച് നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ധാർമ്മികതയുണ്ട്, അപ്പോൾ ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനെ അത് പാടില്ല എന്നാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് സാക്ഷി കണ്ടാൽ ഞങ്ങൾ വന്ന് നിങ്ങളെ തല്ലും കൊല്ലും എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങളും ഒരു സംഘി മനോഭാവത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ. ഇതിലൊരു വിഷയം എന്താ വെച്ചാല്, പിന്നെ ഇത് നമ്മൾ നിയമത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിയമവും ധാർമ്മികത മോറൽ വിഷ്യൂസും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണല്ലോ. നിയമം, അതായത് ഒരു രാജ്യത്ത് നിയമപ്രകാരം അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ സംഘികൾ ചെയ്യുന്ന നിയമവിരുദ്ധമായ സംഘികൾ ചെയ്യുന്നതായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാല്
നിയമം നടപ്പാക്കുക എന്നുള്ളത് ഡെമോക്രസിയും ചെയ്യുന്ന കാര്യമാണ്. ഏത് ലിബറൽ ഡെമോക്രസിക്ക് അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ വളരെ ലിബറൽ ഡെമോക്രസി ആയിട്ടൊരു സ്ഥലം വിചാരിക്കുക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരുപക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യം പറയാൻ ഞങ്ങൾക്ക് അധികാരം ഉണ്ടാവില്ല. അതായത് പിന്നെ ഹോമോസെക്ഷാലിറ്റി തിന്മയാണ് എന്ന് പറയാനുള്ള അവകാശം ചിലപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അവര് അത് നിഷേധിക്കും. കാരണം അവരുടെ ആശയത്തിൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. അപ്പൊ ഏത് രാജ്യമായാലും ഒരു രാജ്യം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഒരു നിയമം ഉണ്ടാവും. ആ നിയമത്തിന് എന്തുണ്ടാവും? അതിൻ്റെതായ ധാർമ്മികമായിട്ടുള്ള ഒരു ഡിറൈവേഷൻ ഉണ്ടാവും. ഒരുപക്ഷെ അത് ലിബറലിസത്തിൽ നിന്ന് വന്നതാവും, ഒരുപക്ഷെ അത് ഹാം പ്രിൻസിപ്പിളിൽ നിന്ന് വന്നതാവാം, ഒരുപക്ഷെ അത് മറ്റേതെങ്കിലും പ്രിൻസിപ്പിളിൽ നിന്ന് വന്നതാവാം. അതൊക്കെ ഏത് രാജ്യമായാലും അതിനുണ്ടാവും. ആ നിയമങ്ങൾ, അതാത് രാജ്യത്തിന്റെ നിയമങ്ങൾ, ഏത് രാജ്യവും അത് വയലൻസ് ഉപയോഗിച്ച് തന്നെയാണ് നടപ്പാക്കുക. വയലൻസ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഏത് രാഷ്ട്രവും അതായത് പോലീസ്, പട്ടാളം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ നിയമങ്ങൾ നടപ്പാക്കുക. അപ്പം അതും പിന്നെ സംഖ്യകൾ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ നിയമത്തിന് അപ്പുറം ചെയ്യുന്ന കാര്യങ്ങളും ആ അർത്ഥത്തിൽ കമ്പയർ ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താ വെച്ചാല് അല്ല, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇഫ് ദാറ്റ് ഇസ് വാട്ട് യു ആർ സെയിങ്, ഇപ്പൊ നിലവിൽ ഇപ്പൊ ബീഫ് തിന്നുന്നതിന് ഒരാളെ കൊല്ലുന്നത് സംഘി ചെയ്യുമ്പോൾ അത് നിയമവിരുദ്ധമാണ്, സംഘി ചെയ്യുന്ന ആ പ്രവൃത്തി. പക്ഷെ വാട്ട് ഇഫ് നാളെ മോദി അല്ലെങ്കിൽ മറ്റേ യോഗി എന്ന് പറയുന്ന അയാൾ അധികാരത്തിൽ വന്നിട്ട് ബീഫ് തിന്നുന്നവരെ ഒക്കെ കൊന്നു കളയണമെന്ന് നിയമത്തിന്റെ ഭാഗമായി തന്നെ എഴുതി വെച്ചിട്ട് അത് നടപ്പിലാക്കിയിട്ട് ഒരു സംഘി പറയാണ്, നോക്കൂ ഇത് ഞങ്ങളുടെ രാജ്യത്തിന്റെ നിയമമല്ലേ ഞങ്ങൾ നടപ്പിലാക്കുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ അപ്പൊ അതിനോട് നിങ്ങൾ യോജിക്കുമോ? അതിനോട് ഞങ്ങൾ യോജിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മൊറാലിറ്റിക്ക് കൃത്യമായിട്ടുള്ള, അതായത് അവരുടെ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ മൊറാലിറ്റിക്ക് അനുസരിച്ചാണ് അവർ നിയമം നടപ്പാക്കുന്നത്. പക്ഷെ ആ മൊറാലിറ്റി തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. അതല്ലാണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, പറയുന്നത് അതെ, ഈ ഡെമോക്രസി ആണെങ്കിലും ചെയ്യുന്നത് തന്നെയല്ലേ. ഇപ്പൊ ഒരു ലിബറൽ ഡെമോക്രസി നോക്കുക, അവിടെയും ഫോഴ്സ്ഫുള്ളി തന്നെയല്ലേ നടപ്പാക്കുക നിയമം. അതായത് അതായത് താങ്കൾ ഇപ്പൊ താങ്കൾക്കൊരു മോറൽ വേൾഡ് വ്യൂ ഉണ്ട്. ആ വേൾഡ് വ്യൂ ശരിയാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ, അതായത് അത് ഡിഫോൾട്ടായിട്ട് ശരിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വേൾഡ് വ്യൂ ആണോ ഞങ്ങളുടെ വേൾഡ് വ്യൂ ആണോ ശരി എന്നുള്ള ഒരു ആംഗിളിലാണ്. അതായത് നിങ്ങളിപ്പോ ഈ പറയുന്നതൊക്കെ എന്താണ് നിങ്ങൾ പറയുന്നത്, ഹാം ഉണ്ടാവുന്നത്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത് നിങ്ങൾ അവിടെ ഡിഫോൾട്ടായി സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വേൾഡ് വ്യൂ ഉണ്ട്, നന്മ തിന്മ എന്നതിനെ കുറിച്ച്. അതായത് ഒരാൾക്ക് ഹാം ഉണ്ടാവുന്നത് അല്ലാത്ത എന്തും ഓക്കെയാണ് എന്നുള്ള നിങ്ങളുടെ ഒരു വേൾഡ് വ്യൂ ഉണ്ട്. ആ വേൾഡ് വ്യൂ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലേ? അത് മാത്രല്ല, ദാറ്റ് ഇസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് മൈ വേൾഡ് വ്യൂ. ഒരു പ്രധാനപ്പെട്ട, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് ആ വ്യക്തിക്ക് ഹാം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. റൈറ്റ് ടു പ്രൈവസി പോലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ മറ്റു വ്യക്തികൾക്ക് ഹാം ഉണ്ടാകുമോ എന്നുള്ളത്. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പൊ പാൻഡമിക് വന്ന സമയത്ത് നമ്മളൊക്കെ മാസ്ക് വെക്കാൻ നിർബന്ധിതരായി. അപ്പൊ അവിടെ എന്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്, ഞാൻ വെക്കില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല. ബിക്കോസ് മറ്റു മനുഷ്യരുടെ കൂടെ ലൈഫാണ് അയാൾ ത്രെറ്റൻ ചെയ്യുന്നത്. അപ്പൊ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പരസ്പര ബഹുമാനത്തോടെ ജീവിക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അല്ലാതെ നൂറ്റാണ്ടുകൾ മുൻപ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് ദൈവം ഇറക്കിയ ബുക്കാണ്, അതിൽ പറയുന്ന കാര്യം ജീവിക്കണം, അതിൽ പറയുന്ന പോലെ മനുഷ്യരെ ഏതെങ്കിലും തരത്തിലും നരകത്തിലിടും, എണ്ണയിലിട്ട് പൊരിക്കും, ഉപദ്രവിക്കും എന്ന് പറഞ്ഞ് മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങളെ കവർന്നെടുക്കുന്നത് എങ്ങനെയാണ് ഒരു നല്ല കാര്യമാവുക? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നിങ്ങളിപ്പോ പറയുന്നത് നിങ്ങളുടെ വേൾഡ് വ്യൂ, ഉദാഹരണത്തിന് നിങ്ങൾ റീസണബിൾ എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചു. അത് ഞങ്ങൾ പറയുന്നത് പിന്നെ നന്മ തിന്മ എന്നുള്ളതിന് നിങ്ങൾ വെക്കുന്ന മാനദണ്ഡങ്ങൾ റീസണബിൾ അല്ല. അത് നിങ്ങൾക്ക് റീസണബിളി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. നന്മ തിന്മ എന്നുള്ളതിന് എന്താണ് നന്മ തിന്മ, എന്താണ് തിന്മ എന്നുള്ളതിന് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡമാണ് റീസണബിൾ. ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ശ്രമിച്ചതാണ്, ഈ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ വിഷയം കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. അവിടെ ഓക്കെ, ഐ ഗെറ്റ് വാട്ട് യു ആർ സെയിങ്. പക്ഷെ അവിടെയും ഇപ്പൊ നിങ്ങൾ പറയാണ് റീസണബിൾ എന്ന് പറയുമ്പോൾ, യെസ്, അത് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. വാട്ട് ഇസ് റീസണബിൾ ഫോർ മീ എന്നുള്ളത് നിങ്ങൾക്ക് റീസണബിൾ ആവില്ല, വളരെ സബ്ജക്റ്റീവ് ആയിരിക്കും അത്. അതുപോലെ തന്നെയാണല്ലോ ഇതും. നിങ്ങളൊരു ബുക്ക് പറയുന്നു, ആ ബുക്കാണ് ദൈവം ഇറക്കിയതെന്ന് പറയുന്നു, വേറൊരാൾ പറയുന്നു വേറൊരു ബുക്കാണെന്ന്. പറയൂ. റീസണബിൾ എന്ന് പറഞ്ഞ റീസണബിൾ എന്ന് പറഞ്ഞാല് നമ്മൾ റീസണിങ് വെച്ചുകൊണ്ട് വെക്കുന്ന കാര്യത്തിനല്ലേ, അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ഒബ്ജക്റ്റീവ് ആയ കാര്യങ്ങൾക്കാണല്ലോ നമ്മൾ റീസണബിൾ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ റീസണിങ് വെച്ചുകൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത് സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് പറയാൻ പറ്റുക. ഉദാഹരണത്തിന് നിങ്ങൾ മറ്റൊരാൾക്ക് ഹാം ചെയ്യുന്നത്
അധാർമികമാണ് എന്നുള്ളത് നിങ്ങൾക്ക് റീസണബിളി തെളിയിക്കാൻ പറ്റുമോ? അത് ഇത് തെറ്റാണ്. തെളിയിക്കാൻ ഇപ്പൊ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെ LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്യലല്ലോ നമ്മൾ ചെയ്യുക. ഇപ്പൊ ഒരു കുട്ടിക്ക് അതെ. നിങ്ങൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ കുട്ടിക്ക് വേദനിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു മുതിർന്ന ഒരാൾ തന്നെയാണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കും. ഹാമാണ് അത് കോസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഓക്കെ. കൺസെന്റോടെയാണ് പോകുന്നത്. അപ്പൊ ഓരോ വിഷയത്തിന്റെ ന്യൂവാൻസസ് അനുസരിച്ചിട്ടല്ലേ നമ്മളൊരു നിലപാടെടുക്കുന്നത്. അത് സെലക്ട് ചെയ്യാൻ നമുക്കൊരു റീസണിങ് വേണ്ട, അതിനൊരു മാനദണ്ഡം വേണ്ട. എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് അത് ഓക്കെ. അതാത് വിഷയങ്ങളുടെ ന്യൂവാൻസസ് അനുസരിച്ചിട്ടാണ് വരിക. ഓക്കെ ഓക്കെ. ആരുടെ കുട്ടിയുടെ കൺസെന്റ് ആണോ ഇവിടെ പറഞ്ഞത് ഇപ്പൊ നിങ്ങള്? എനിക്ക് ഷാനു പറഞ്ഞ കേൾക്കണില്ല, ഒന്നുകൂടി മൈക്ക് ക്ലിയർ അല്ല. കുട്ടിയുടെ കൺസെന്റ് ആണോ നിങ്ങൾ പറഞ്ഞത്? ഞാൻ റൂട്ട് പറഞ്ഞത് കനാല് റൂട്ട് കനാലിന്റെ കേസ് അല്ല, റൂട്ട് കനാല് ഞാൻ മുതിർന്ന ആളുടെ കാര്യത്തിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു കുട്ടിയെ വാക്സിൻ എടുക്കാൻ അല്ല, പോകുമ്പോ ഇഞ്ചക്ഷൻ ആ. കൊടുക്കുമ്പോ വേദനിക്കുമെങ്കിലും നമ്മൾ കൊടുക്കും, ബിക്കോസ് കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണത്. മുതിർന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന കാര്യത്തിൽ ആ മുതിർന്ന പൗരന് അല്ല, നിങ്ങൾ പറഞ്ഞത് ബോധത്തോടു പ്രോട്ടീൻ കൂടി പൗഡർ കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ പൗഡർ കുട്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മുതിർന്ന ഒരാളെ നിർബന്ധിച്ച് പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നത് ശരിയല്ലെന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പോ കുട്ടിയുടെ കാര്യത്തിലുള്ള കൺസെന്റ് കുട്ടിയുടെ കാര്യത്തിൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വെൽഫെയർ അല്ലേ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ വാക്സിൻ എടുക്കാൻ കുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പോളിയോ തുള്ളി മരുന്ന് കുടിക്കാൻ ഓക്കെ. കുട്ടിക്ക് അപ്പൊ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ. അതിനകത്തൊക്കെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള ഇതായില്ലല്ലോ. അപ്പൊ കുട്ടിയുടെ കൺസെന്റ് എല്ലാ സാഹചര്യത്തിലും വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞു. കുട്ടിക്ക് ഹാം ഉണ്ടാവുന്നില്ല, കുട്ടിയുടെ കൺസെന്റ് എല്ലാ സാഹചര്യത്തിലും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ സിനാരിയോ, അതായത് ഒരാൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം അയാള് ജീവിതാവസാനം വരെ, നിങ്ങൾ പറഞ്ഞ ആള് ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്, ജീവിതാവസാനം വരെ സെക്ഷൽ പ്രഷർ ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്താൽ അപ്പൊ തെറ്റാവില്ലല്ലോ. അവിടെ അയാൾക്ക് ജീവിതാവസാനം വരെ അതായത് എക്സ്ക്ലൂസീവ്ലി അയാൾ പീഡോഫൈലാണ്, അയാൾക്ക് വേറെ ഒരു തരത്തിലുള്ള സെക്ഷൽ ഹാപ്പിനെസ്സും കണ്ടെത്താനാകുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. അവിടെ അയാൾക്ക് അയാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ച് പ്ലഷർ കണ്ടെത്താൻ ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപയോഗിച്ചേ മതിയാവൂ എന്നൊരു നിർബന്ധിതാവസ്ഥ ഉണ്ടെങ്കിലും അയാൾ അത് ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അത് ആ പിഞ്ചു കുഞ്ഞിന്റെ സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കൺസേൺ ഉള്ളത് കൊണ്ടും ആ പിഞ്ചു കുഞ്ഞിന് ഒരു റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് ഉള്ളത് കൊണ്ടും. ഇല്ല, പിഞ്ചു കുഞ്ഞിന്റെ കൺസെന്റ് നമുക്ക് വേണ്ട പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ. കാരണം അവിടെ പിഞ്ചു കുഞ്ഞിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ആണെങ്കിൽ പോലും നമുക്ക് കൺസെന്റ് ആവശ്യമില്ല. റൈറ്റ്? അപ്പൊ പിഞ്ചു കൺസെന്റ് എല്ലാ കുഞ്ഞിന് സമയത്തും വെൽഫെയർ യൂണിവേഴ്സലി അപ്ലൈ ഉണ്ടാകുന്ന ചെയ്യേണ്ട കാര്യങ്ങളിൽ ആവശ്യമില്ല. കൺസെന്റ് ആവശ്യമില്ല എന്നാണ്. അല്ലാതെ പിഞ്ചു കുഞ്ഞിനുമായിട്ട് സെക്സ് ചെയ്യുന്ന കാര്യത്തിലല്ല പറയുന്നത്. ഇപ്പൊ കുഞ്ഞ് രാവിലെ എഴുന്നിട്ട് പറയണം അമ്മ അല്ല, ഇവിടെ നോക്കൂ, എനിക്ക് തണുപ്പ് വരും. അല്ല, നിങ്ങളുടെ വേൾഡ് വ്യൂവിൽ എല്ലാ കാര്യങ്ങളും വെയ് ചെയ്ത് നോക്കൂ. ഒന്ന്, ഇയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ ആയിക്കോട്ടെ, നിങ്ങളുടെ വേൾഡ് അയാൾ വ്യൂവിലാട്ടോ പറയുന്നത്. പീഡോഫൈലാണ്, വേറെ അയാൾക്ക് ഓപ്ഷൻ വേറെ ഒരു അയാൾക്കില്ല. ഓപ്ഷനും അയാൾ ഇല്ല. ജീവിതകാലം മുഴുവൻ നരകിക്കുകയാണ്. അതായത് അയാൾക്ക് അയാളുടെ സെക്ഷൽ പ്ലഷർ കിട്ടാതെ വരുന്നു. ഇവിടെ ആ കുട്ടി അറിയുന്ന പോലും ഇല്ല. രണ്ട്, അറിയുന്ന ഒരു രീതിയിലുള്ള പോലും ഇല്ല എന്ന് പറയുമ്പോ ഓക്കെ, ഓക്കെ, കുട്ടി ഉറങ്ങി കിടക്കുകയാണെന്നായിരിക്കും മേ ബി. ഓക്കെ, അല്ല, ഉറങ്ങിക്കിടക്കണം എന്നില്ല. ആള് വാത്സല്യത്തോടെ അതായത് പിന്നെ ഗേറ്റ് ബാംഗ്ലൂർ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു എന്താ പറയാ പെനിട്രേഷൻ ചെയ്യുക ആ രൂപത്തിലല്ല, ഒരു എന്താ പറയാ ഒരു വാത്സല്യത്തോടു കൂടി തടവുന്നത് പോലെയുള്ള സാധനങ്ങളാണ് ഇയാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് അതിലൂടെ പ്ലഷർ കിട്ടുന്നുണ്ട്. പക്ഷെ കുട്ടി എന്താണ് സാധാരണ മുതിർന്നവരൊക്കെ തടവുന്നത് പോലെ ആ കുട്ടിക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് എഫക്റ്റീവ്ലി എന്ത് ചെയ്യുന്നില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളില്ല. മറ്റേതെങ്കിലും ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ തടവുന്നത് പോലെ തന്നെ കുട്ടിക്കുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ ആളാകട്ടെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലഷർ നേടുന്നുണ്ട്. ഇയാളാകട്ടെ ആൾസോ നമ്മൾ പറഞ്ഞു കുട്ടിക്ക് ഇൻഫോംഡ് കൺസെന്റ് കൊടുക്കാൻ പറ്റില്ല എങ്കിലും എന്താണ് ചില ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഫോംഡ് കൺസെന്റ് ഇഗ്നോർ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. കുട്ടിക്ക്, കാരണം ഇത് കുട്ടിക്ക് വെൽഫെയർ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലല്ലോ വേറൊരാളെ ആ കുട്ടിയെ വന്ന് തടയുക എന്നുള്ളത്. ഇവിടെ ഇയാളുടെ അവസ്ഥ നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഇയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. കുട്ടിക്കാണെങ്കിൽ ഇതുകൊണ്ട് യാതൊരു അങ്ങനെയാണെങ്കിൽ ഇവിടെ there is a trade off between ഈ കുട്ടിയുടെ അവസ്ഥ ആൻഡ് ഇയാളുടെ അവസ്ഥ. അത് എന്റെ ഒരു വേൾഡ് വ്യൂവിൽ ഞാൻ ഒന്ന് ട്രേഡ് ഓഫ് ചെയ്ത് നോക്കാം. അതായത് കുട്ടിക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. കുട്ടി ജസ്റ്റ് ഒരു തലോടൽ, ബാക്കി എല്ലാരെയും പോലെ ഒരു തലോടൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇയാളാകട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതാവസാനം വരേക്ക് നരകിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത രൂപത്തിൽ അത്രയും വലിയൊരു പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. എന്ന് വെച്ചാൽ സെക്ഷൽ പ്ലഷർ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോ ഇയാൾക്ക് ഭയങ്കരമായ ഒരു നരകിക്കലുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു മോചനം കിട്ടും. കുട്ടിക്കാകട്ടെ നെയ്തർ ഹാം നോ പ്ലഷർ, അല്ല നോ ഗുഡ്. അപ്പോ ട്രേഡ് ഓഫ് ചെയ്താൽ എന്താണ് അവസ്ഥ? ഐ വുഡ് സ്റ്റിൽ സേ കുട്ടിയുടെ വെൽഫെയർ നമ്മൾ പാരമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഐ വുഡ് സ്റ്റിൽ ആസ്ക് ഹിം നോട്ട് ടു ഡു ഇറ്റ്.
നമ്മൾ ഓരോരുത്തർ തോന്നുന്നത് പോലെ പറയാന്നുള്ളതല്ലോ. നമുക്ക് ഒരു മാനദണ്ഡം കിട്ടി. നിങ്ങൾ പറഞ്ഞു ഒരു വെൽഫെയർ പോലെയുള്ള എന്തെങ്കിലും ഒരു നന്മ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൺസെന്റ് ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളൊരു മാനദണ്ഡമായി പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു ജീവിതാവസാനം വരേക്കും സെക്ഷൽ പ്രഷർ കിട്ടാതിരിക്കുക എന്നുള്ളത് നരകിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോ എന്നാൽ അതേ സമയത്ത് കൺസെന്റ് ഇപ്പോ ഒരു ലൈംഗിക ബന്ധത്തിനൊക്കെ കൺസെന്റ് ആവശ്യമാണ്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഹാം നടക്കുന്നില്ല. നിങ്ങൾ ബേസിക്കലി ഒരു മാനദണ്ഡമായിട്ട് പറഞ്ഞത് ഹാമാണ്. ഇവിടെ ഹാമും നടക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കുട്ടി വായിക്കുമ്പോൾ കുട്ടിക്കൊരു പ്രശ്നവുമില്ലാത്ത, കുട്ടിയെ ഏതെങ്കിലും രൂപത്തിൽ ഹാം ചെയ്യാത്ത, എന്നാൽ അതേ സമയത്ത് നേരത്തെ പറഞ്ഞ വെൽഫെയറിന് വേണ്ടി ഒരു കൺസെപ്റ്റ് ഒഴിവാക്കാൻ പോലെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഈ നരകിക്കുന്ന ജീവിതാവസാനം വരേക്കും നരകിക്കുന്ന ഒരു പീഡോഫൈലിന് ഒരു ചെറിയൊരു സമാധാനം. ഞാൻ വേണമെങ്കിൽ എന്താണ് കുറച്ചും അയാൾ കൂടി ചെയ്യുന്നത് ഒരു അതുകൂടി മിനിറ്റ് പറയൂ. എന്നാ ഞാൻ അതായത് ആ കുട്ടി അയാൾ എന്താ ബ്രോ ചെയ്യുന്നത്? ബ്രോ ബ്രോ ഒരു മിനിറ്റ് തലമുടിയിൽ ഞാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആക്കി തരാം. വാട്ട് ഇഫ് ഹി ജസ്റ്റ് ലൈക്ക് ആ കുട്ടിയുടെ ഫോട്ടോ ആ കുട്ടി അടുത്തുണ്ടെന്ന് വിചാരിക്കും. ലൈക്ക് ഹീസ് എന്താണ് ആ കുട്ടിയുടെ ഫോട്ടോ അയാളുടെ കയ്യിലെടുത്തിട്ടുണ്ട്, അയാളുടെ ഫോണിലോ എവിടെയോ ഉണ്ട് എന്ന് വിചാരിക്കും. ഈ എന്താണ് ആ കുട്ടിയെ തൊടുന്നു പോലുമില്ല. വാട്ട് ഹീസ് ജസ്റ്റ് ഡൂയിങ് ഈസ് ജസ്റ്റ് മാസ്റ്റർബേറ്റിംഗ്. അങ്ങനെയാണെങ്കിലോ? ലെറ്റ് ഹിം ഡു ഇറ്റ് എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. ഹി ഈസ് നോട്ട് ഹേർട്ടിങ് എനിവൺ. അല്ല, കുട്ടിയെ തൊടുമ്പോൾ ഹീസ് നോട്ട് ഹേർട്ടിങ് എനിവൺ. പക്ഷെ കുട്ടിയെ തൊടുമ്പോൾ കുട്ടി ഈസ് ഇൻ ദി ഇക്വേഷൻ. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ തള്ളിവിടില്ല. ബ്രോ കുട്ടിയുടെ നിങ്ങൾ ഫോട്ടോ ഉണ്ടാകുമ്പോൾ റൈറ്റ് ബ്രോ? അത് ഫോട്ടോ അല്ല, ശരിക്കുള്ള കുട്ടിയല്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഫോട്ടോയിൽ കത്തി കൊണ്ട് കുത്തുന്നത് നിങ്ങളെ കത്തി കൊണ്ട് കുത്തുന്ന ഒന്ന് തന്നെയാണോപ്പാ? നിങ്ങൾ കുറച്ച് മുമ്പ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ ഒരാളെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടും എന്നുള്ളത്. എന്റെ ഫോട്ടോ ഒരാൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടില്ല. I don't like it. ഞാൻ ആഗ്രഹിക്കില്ല. ആ കുട്ടി ആഗ്രഹിക്കുന്നു See, തോന്നുന്നുണ്ട്. കുട്ടി ആഗ്രഹിക്കില്ല. എനിക്ക് മേ ബി നിങ്ങളുടെ ഫോട്ടോ നോക്കിയിട്ട് ഒരാൾ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കില്ല. ആ. ഇറ്റ് ഇസ് എ ഫോട്ടോ. ബ്രോ, അപ്പൊ ഇതൊക്കെ വളരെ അപ്പൊ ന്യൂവാൻസ്ഡ് അല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എന്തൊരു മാനദണ്ഡമാണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു കുളിസുവിനൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ്സ് എ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. നിരുപദ്ര ആരും ഒന്നും അറിയുന്നില്ല. ജസ്റ്റ് ഫോട്ടോ ഒരു വീഡിയോ എടുക്കുന്നു. ആ കുട്ടി ആ ഒരു ഇക്വേഷനിൽ പോലും ഇല്ലല്ലോ. നമ്മളൊരു ക്യാമറയിൽ ഫോട്ടോ അവിടെ നിങ്ങളുടെ റൈറ്റ് ടു പ്രൈവസി അല്ലേ വയലേറ്റ് ചെയ്യപ്പെട്ടത്? നിങ്ങൾ അറിയാതെ രഹസ്യമായി അത് എടുക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഇവിടെ ഫോട്ടോയില് നമ്മൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരാൾ മാസ്റ്റുബേറ്റ് ചെയ്യാണ്. അയാൾ അവിടെ ഇരുന്ന് ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് നഷ്ടം അതുകൊണ്ടുണ്ടായത്? അയാൾ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തോട്ടെ. നിങ്ങൾക്ക് എന്താ നഷ്ടം അതുകൊണ്ടുണ്ടായത്? നിങ്ങൾ അത് റൈറ്റ് ടു പ്രൈവസി പോയില്ലേ അവിടെ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കുളിമുറിയിൽ ഇത് കൊണ്ട് വെച്ചില്ലേ അയാള്? എനിക്ക് നഷ്ടം ഉണ്ടായത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്താണെന്നുള്ളതാണ്. ആ റൈറ്റ് ടു പ്രൈവസി പോയതുകൊണ്ട് എന്താ പ്രശ്നം? എന്താ നഷ്ടം? എനിക്ക് എന്താ നഷ്ടം ഉണ്ടായത് ഇതില്? ഫോട്ടോ എനിക്ക് നഷ്ടം എന്താ? ഏതോ ഒരു പുസ്തകത്തിൽ കുറച്ച് റൈറ്റ് പ്രൈവസി എന്നൊക്കെ എഴുതിയത് വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ആ പുസ്തകം കൊണ്ട് മാറ്റി വെക്കണം. കുറച്ചും കൂടി വിശാലമായി ചിന്തിക്കണം. ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ലൈൻ ഓഫ് ആർഗ്യുമെന്റിൽ, അതായത് വളരെ വളരെ വിയേർഡ് ആയിട്ടുള്ള കേസസ് കൊണ്ടുവന്നിട്ട് വാട്ട് എന്ന് ചോദിക്കാനാണെങ്കിൽ ഇപ്പം ഈ സംഖ്യകൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് സംഖ്യകളെ പോലെ വാട്ട് എന്ന് പറയാനാകും. അല്ലല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പീഡോഫൈൽസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് വിയേർഡും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ വളരെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുകയും അവരെ ഡീഹ്യൂമനൈസ് ചെയ്യുകയും അവരുടെ ജീവിതാവസാനം വരേക്കുള്ള സെക്ഷൽ പ്ലഷറിനെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടുള്ള വളരെ അമാനുഷികമായിട്ടുള്ള വളരെ പിന്നെന്താ പറയാ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നത് നമുക്ക് വേണേൽ പറയാം. ഇതേ കാര്യം ഇപ്പൊ ഹെട്രോസെക്ഷുവാലിറ്റി ബാൻ ചെയ്തിട്ടും ഇതൊക്കെ തന്നെ പറയാൻ പറ്റും. പീഡോഫീലിയ ഹെട്രോസെക്ഷൽ രീതിയിലുമാകാം, ഹോമോസെക്ഷൽ രീതിയിലുമാകാം. നിങ്ങൾ ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ച് ചെയ്യുന്നത് ശരിയാണോ, കുഞ്ഞിനെ വെറുതെ തലോടുന്നത് ശരിയാണോ പോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഹോമോസെക്ഷുവാലിറ്റിക്കെതിരെ മാത്രം സംസാരിക്കുമ്പോൾ സെയിം ആർഗ്യുമെന്റ്സ് സെയിം രീതിയിൽ ഹെട്രോസെക്ഷുവാലിറ്റി സംസാരിച്ചത്. ഓക്കെ ഒരു മിനിറ്റ് ഷാനു, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞോളൂ. എന്താണ് ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. നിങ്ങൾ ഈ സാധനം തിരിച്ചു പറഞ്ഞോളൂ, ഞങ്ങൾ മറുപടി പറഞ്ഞുതരാം. എന്താ എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചത്? ഹെട്രോസെക്ഷൽ വേഴ്സസ് ഹോമോസെക്ഷൽ ഡിബേറ്റ് ആണെന്നാണല്ലോ ഇപ്പൊ അത് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് സഹോദരാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പീഡോഫീലിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയും കുറെ സെനാരിയോസ് പറയുകയും ചെയ്തില്ലേ? അതായത് ഒരു കുട്ടിയെ ജസ്റ്റ് തലോടുകയാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ ഉപയോഗിച്ചതാണെങ്കിലോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ഇതേ വാദഗതികൾ അല്ലെങ്കിൽ ഇൻസിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിച്ച ട്വിൻസ് ചെയ്താലോ, അച്ഛനും മകനും തമ്മിലാണെങ്കിലോ തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ തന്നെയും ഹോമോസെക്ഷാലിറ്റിയുടെ ബാക്ക്ഡ്രോപ്പിൽ നിങ്ങൾ ചോദിക്കുന്ന അതേ രീതിയിൽ ഹെട്രോസെക്ഷാലിറ്റിയുടെ ബാക്ക്ഡ്രോപ്പിലും ചോദിക്കാമല്ലോ. ഹെട്രോസെക്ഷൽസ് ചെയ്താൽ തെറ്റാണ്.
അല്ല ആക്ച്വലി ബാസിൽ ചോദിച്ചത് അച്ഛനും മകളുമാണ്. അല്ല ആയിക്കോട്ടെ, പോട്ടെ. അച്ഛനും അതാ മകളും ഞാൻ പറഞ്ഞത്. അയക്കൂ. മകളുമാണ് ചോദിച്ചത്. ഞങ്ങൾക്ക് തെറ്റാണ്. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അച്ഛനും മകളും തമ്മിൽ തെറ്റാണ്. അച്ഛനും മകനും തമ്മിൽ തെറ്റാണ്. അമ്മയും മകളും തമ്മിൽ തെറ്റാണ്. അമ്മയും മകനും തമ്മിൽ തെറ്റാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു പീഡോഫൈലായ ഒരു പെൺകുട്ടിയെ ഈ രൂപത്തിൽ ഫോട്ടോ ഉപയോഗിച്ചോ വീഡിയോ ഉപയോഗിച്ചോ തലോടിയോ അല്ലാതെയോ എങ്ങനെയാണെങ്കിൽ ചെയ്താലും തെറ്റാണ്. ഒരു പീഡോഫൈലായ പെണ്ണ് ഒരു ആൺകുട്ടിയെ ചെയ്താലും പെൺകുട്ടിയെ ചെയ്താലും ആൺകുട്ടിയെ ചെയ്താലും ഒക്കെ ഞങ്ങൾക്ക് തെറ്റാണ്. ഇത് നിങ്ങൾക്ക് തെറ്റല്ലാതെ ഇരിക്കുന്നത് ആണും പെണ്ണും ചെയ്യുമ്പോൾ മാത്രമാണ്. ഏത് അതായത് നിങ്ങളുടെ വിവാഹിതരായ കാഴ്ചപ്പാട് തെറ്റല്ലാതെ അല്ല അതും തെറ്റാണ്. വിവാഹിതരല്ലെങ്കിൽ അതും തെറ്റാണ്. ഇതും തെറ്റ്. അല്ല വിവാഹിതരല്ലെങ്കിലും അതും തെറ്റാണ്. അഡൽട്ട് ആയിട്ടുള്ള രണ്ട് ഹ്യൂമൻ ഞങ്ങൾ അതായത് ഒരു വിവാഹം കഴിഞ്ഞ പുരുഷൻ അവന്റെ ഭാര്യയായിട്ടുള്ള അത് സ്വാഭാവികമായും വിവാഹം കഴിഞ്ഞ സ്ത്രീയുമായി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഇസ്ലാമിക ലോകവീക്ഷണത്തിൽ സെക്സ് എന്ന് പറയുന്നത്. അതെ എന്ന് വെച്ചാൽ കൃത്യമായ അപ്പൊ നിങ്ങളുടെ മാനദണ്ഡങ്ങളോട് കൃത്യമായ കരാറോട് കൂടിയുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ആ പ്ലേറ്റ് ഉണ്ടല്ലോ ഞങ്ങൾ ഹോമോസെക്ഷൽ ആയതുകൊണ്ട് നിങ്ങൾ ഹെട്രോസെക്ഷൽ ചെയ്താലും തെറ്റൊക്കെ തന്നെയാണ്. ഇത് ആ ഡിബേറ്റ് അല്ല. ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ടായിട്ട് ഞങ്ങൾ ജീവിതാവസാനം വരേക്കും ഞങ്ങൾ ഈ സെക്ഷൽ പ്ലഷർ ഇല്ലാതെ ജീവിക്കണോ എന്നുള്ള ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പീഡോഫൈൽസിന് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പറയും അല്ല, കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്, അവിടെ കൺസെന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്, ഹാം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്, ആ ഹാമും കുറച്ചും കൂടി കഴിയുമ്പോൾ പ്രൈവസി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള കുറെ ലെയർ ഓഫ് പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നു ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് തെറ്റാണ്, അതുകൊണ്ട് തെറ്റായത് കൊണ്ട് തന്നെ ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്. അത് ഈവൻ ഇഫ് നിങ്ങൾ ജീവിതാവസാനം വരേക്കും നിങ്ങൾക്ക് ആ പ്ലഷർ കിട്ടാതെ നിങ്ങൾ നരകിച്ച്, നിങ്ങളുടെ ഭാഷയിലാണ് പറയുന്നത്, നരകിച്ച് മരിച്ചു പോയാലും ശരി തെറ്റായ കാര്യം നിങ്ങൾ ചെയ്യരുത്. ഇത് തന്നെയാണ് ഞങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് തെറ്റാണെന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി പറയുന്നത്. പിന്നെ ഇത് ഞങ്ങൾ ഒറ്റ പോയിന്റ് അവിടെ നിങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഈ മാനദണ്ഡം വരുന്നത് എവിടെ നിന്നാണ്? ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്ക് ദൈവം ഇറക്കി എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ, അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇതിൽ മാനദണ്ഡം എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മാനദണ്ഡമൊന്നും ഇല്ല. ഇതിൽ ഹാം പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ എന്താണ് ഹാം, എവിടെയാണ് ഹാം ആവുക, ഇൻസ്റ്റന്റ് ഹാം ആണോ, ലോങ് ടേം ഹാം പരിഗണിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ പ്രശ്നം തുടങ്ങും. ഒന്നാമത് നിങ്ങൾക്ക് മാനദണ്ഡം പോലും ഇല്ല. ആ മാനദണ്ഡം പോലും ഇല്ലാത്ത നിങ്ങളെ ജസ്റ്റ് ഒരു മാനദണ്ഡം ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ടാണ് ഇത്രയും നേരം ഡിബേറ്റ് ചെയ്തത്. എന്താണ് ആ മാനദണ്ഡം ചോദിച്ചിട്ടുണ്ട്. ഇനി ഈവൻ ഇഫ് ഹാം ഉണ്ടായാൽ എന്താ പ്രശ്നം, ഹാം ഉണ്ടാക്കരുത് എന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ അവിടെ കഴിയുന്നതേ ഉള്ളൂ വിഷയം. രണ്ടാമത് ഞങ്ങൾക്കാകട്ടെ കൃത്യമായ സോളിഡ് ആയ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല ആ മാനദണ്ഡത്തിന് വേറൊരു ഉപകാരം കൂടിയുണ്ട്. നിങ്ങളുടെ മാനദണ്ഡം വെച്ചിട്ട് ഒരു പീഡോഫൈലായ ഒരു ആ വ്യക്തി നിങ്ങളുടെ മാനദണ്ഡം വെച്ചിട്ട് തെറ്റായ ഒരു കാര്യം ചെയ്യാതെ നരകിച്ച്, നിങ്ങളുടെ ഭാഷയിൽ നരകിച്ച് ജീവിച്ചു മരിച്ചു പോകുന്നു. ദാറ്റ് മീൻസ് ഹലാസ് കഴിഞ്ഞു. അതോടുകൂടി അയാൾക്ക് ജീവിതാവസാനം വരേക്കുമുള്ള ഒരു പ്രയാസത്തോടു കൂടി അയാൾ ജീവിച്ച് മരിച്ച് നരകിച്ച് മണ്ണായി പോകുന്നു, കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് ഒരാൾ പീഡോഫിലി ആകട്ടെ, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ആകട്ടെ, വ്യഭിചാരമാകട്ടെ, മറ്റേതുമാകട്ടെ, അത്തരത്തിലുള്ള ഏത് തിന്മ അയാൾ തിന്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ ജീവിതത്തിൽ നിന്നും അത് ഒഴിവാക്കിയാൽ, ദാറ്റ് മീൻസ് ചെറിയ ഒരു പെയിൻ തന്നെയാണ്, ഈ ലോക ജീവിതത്തിൽ ഒരു പെയിൻ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് ഹീ ഈസ് ഗോണ ബെനിഫിറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. ആ ഒരു തെറ്റിൽ നിന്നും മാറി നിൽക്കുന്നതിലൂടെ അയാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താ, ഈ ലോക ജീവിതം ഇറ്റ് ഈസ് വളരെ ചെറിയൊരു എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക, പറയാമോ? എന്താണ് ബെനിഫിറ്റ്? അതാണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഞങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഈ ചെറിയ ജീവിതത്തിനേക്കാൾ അപ്പുറത്തേക്ക് യഥാർത്ഥ ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിൽ, ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾക്കുള്ള ചെറിയ ഇത്തരത്തിലുള്ള ഡിസ്കംഫേർട്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ ധാർമ്മികതയുടെ മാനദണ്ഡം വെച്ച് നമ്മൾ അതിനോട് മാറി നിന്നാൽ യഥാർത്ഥ ജീവിതം, അതായത് മരണത്തിന് ശേഷം വരാൻ പോകുന്ന യഥാർത്ഥ ജീവിതത്തിൽ എന്ത് കിട്ടും, അതിന്റെ ബെനിഫിറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ആ തിന്മ ചെയ്യാതിരുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഇതാണ് ഞങ്ങളുടെ മാനദണ്ഡം. പക്ഷെ ഒരു മിനിറ്റ്, ഞാൻ എന്റെ മാനദണ്ഡം പറഞ്ഞു. ഈ എന്റെ മാനദണ്ഡം വെച്ചിട്ട് ഒരു പീഡോഫൈൽ ആകട്ടെ, ഒരു ഹോമോസെക്ഷൽ ആകട്ടെ, വ്യഭിചാരം ചെയ്യാൻ തോന്നുന്ന ഒരു എന്താ പറയാ, ഒരു ഓവർ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉള്ളവരാകട്ടെ, ആരുമാകട്ടെ, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ലോക ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ട്, യാതൊരു സംശയമില്ല. ആ പ്രയാസം അയാള് അതൊന്ന് ഒന്ന് നിയന്ത്രിക്കുന്നതിലൂടെ യഥാർത്ഥ ജീവിതത്തിൽ അയാൾക്ക് വിജയം വരാനുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക്
ലൈഫ് ലോങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അവസാനിക്കാതെ പ്ലഷർ വരാനുണ്ട്. പക്ഷെ നിങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ ഒരു പീഡോഫീലിക് ആക്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾക്ക് എന്ത് എന്ത് ഒരു നന്മയാണ് നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പറയാൻ സാധിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയുന്നു ഈ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ലോകമുണ്ട്. ഇത് വെറും സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള ബേസിസ് ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് സോളിഡ് മാനദണ്ഡമല്ല ഉള്ളത്. പറഞ്ഞില്ല, ഞാൻ പേഷ്യന്റിനാണല്ലോ പറഞ്ഞത്. സോ എങ്ങനെയാണ് സി ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോ മുഴുവൻ ഞാൻ കേട്ടുന്നില്ലേ? നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ ദയവായി. അല്ലല്ല, അത് വെറുതെ പറഞ്ഞു പോവാണ്. നിങ്ങൾ കുറെ നേരം ബുക്ക് അങ്ങനെ എങ്ങനെ പറയും. എങ്ങനെയാണ് ഒരു സ്യൂഡോ സയന്റിഫിക് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് ആണെന്ന് പറഞ്ഞ ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുകയും അതിന് സയന്റിഫിക് ബാങ്കിങ് ഇല്ലാതിരിക്കുകയാണ്. നമ്മളിവിടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലെയിം അല്ല മുന്നോട്ട് വെച്ചത്. നിങ്ങൾ പറയുന്നത് ഈ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ലോകമുണ്ട്, മറ്റൊരു ജീവിതമുണ്ട്. അതിപ്പോ ഈ ഹിന്ദുക്കളൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, യമലോകം അല്ലെങ്കിൽ വൈകുണ്ഠം. ഇതൊക്കെ കഥകളല്ലേ സഹോദര? കെട്ട് കഥകളല്ലേ ഇതെല്ലാം? മുത്തശ്ശി കഥകളല്ലേ ഇതെല്ലാം? കെട്ടുകഥകളല്ല, നിങ്ങൾക്ക് കഥകളാണ്. കാരണം നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായ ഒബ്ജക്റ്റീവായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് യക്കീനുള്ള എന്ന് വെച്ചാൽ കൃത്യമായ ബോധ്യമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യം. എന്താണ് നിങ്ങളുടെ ബോധ്യം? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്ത ആളുകൾക്ക് ഞങ്ങളുടെ മാനദണ്ഡം അനുസരിച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഓക്കെ, ഞങ്ങളുടെ നിങ്ങൾ കെട്ടുകഥ എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ആ ഒരു തെറ്റായ അത്തരത്തിലുള്ള തോന്നലുകൾ വെച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക് എന്തുണ്ട്, അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ആത്യന്തികമായ ഒരു നീതി വരാൻ പോകുന്നുണ്ട്. ഒരു ഹോമോസെക്ഷൽ ആകട്ടെ, പീഡോഫൈൽ ആകട്ടെ, ഹൈപ്പർ സെക്ഷൽ ആകട്ടെ, അവർക്ക് ഈ ലോക ജീവിതത്തിൽ അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും പരലോക ജീവിതത്തിൽ അവർക്ക് എന്തുണ്ട്, ഒരു 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 നീതി വരാനുണ്ട്. പക്ഷെ നിങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഹോമോസെക്ഷാലിറ്റി തെറ്റല്ല, പക്ഷെ പീഡോഫീലിയ നിങ്ങളുടെ കുറെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതും ഇതും കൊണ്ട് തെറ്റാണ്. പക്ഷെ അവർക്ക് എന്ത് നീതിയാ വരാനുള്ളത്? അവര് ജീവിതാവസാനം വരെ നരകിച്ച് എന്തിനോ വേണ്ടി ആരോ ഉണ്ടാക്കിയ കുറെ ഏതൊക്കെ പിന്നെ എന്താ പറയാ പ്രൈവസി ഏതൊക്കെ പുസ്തകത്തിലൊക്കെ പേരിൽ ഒരു ജീവിതാവസാനം വരേക്കും ഒരു പിന്നെ പ്ലഷറും ഇല്ലാതെ നരകിച്ച് ജീവിക്കാൻ എന്ത് നീതിയാണ് വരാൻ പോകുന്നത്? എങ്ങനെയാണ് നീതി എന്ന് പറഞ്ഞാൽ എന്ത് നീതിയാ വരാനുള്ളത്? അയാൾ ഇപ്പൊ ഒരാളെ രാമൻകുട്ടി എന്ന് നമുക്ക് അയാളെ വിളിക്കാം. അയാൾ ജീവിതാവസാനം വരെ വളരെ വേദന അനുഭവിച്ച് കഴിഞ്ഞു. മേ ബി ഈ ഒരു കാരണം കൊണ്ടാവണമെന്നില്ല. മേ ബി അയാള് തളർവാദം വന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ വളരെ രോഗമുള്ള ഒരാളായിരുന്നു. അയാൾ അത് കഴിഞ്ഞു മരിച്ചുപോയി. അത്ര തന്നെ മരിച്ചുപോയി. അങ്ങനെ തന്നെ എത്രയോ ആളുകള്, മൃഗങ്ങള്, മനുഷ്യരുണ്ട്. അത് അവിടെ കഴിഞ്ഞു. അല്ലാതെ അത് കഴിഞ്ഞ് ഇല്ല നീതി. വേറെ എന്ത് നീതിയുള്ള? അയാൾ മരിച്ചല്ലോ. ഇനിയിപ്പോ അയാൾക്ക് എന്ത് നീതി കിട്ടാൻ? ഇനി ആലങ്കാരികമായി നമ്മളിങ്ങനെ പറയില്ലേ ഇരയ്ക്ക് നീതി കിട്ടണം എന്ന്, അത് ആലങ്കാരികമായി പറയാമെന്നേ ഉള്ളൂ. ഇര മരിച്ചു പോയല്ലോ. ഇപ്പൊ ഈ റേപ്പ് ഒക്കെ ചെയ്ത് കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ ലോകവീക്ഷണത്തിന് ഈ പ്രശ്നം എന്ന് ഞങ്ങൾ പറയും. കാരണം നിങ്ങൾക്ക് ആത്യന്തികമായ ഒരു നീതിയെ കുറിച്ചുള്ള സങ്കല്പം പോലും മുന്നോട്ട് വെക്കാനില്ല. ഇങ്ങനെ നീതി സങ്കല്പമുണ്ട്, പക്ഷെ നീതി അയാൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എന്തുണ്ട്, പിന്നെ ഞങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് അത് റെസ്ട്രിക്ട് ചെയ്ത തിന്മയാണെന്ന് മനസ്സിലായ കാര്യം റെസ്ട്രിക്ട് ചെയ്ത ആൾക്ക് ആത്യന്തികമായ നീതി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് അതുപോലും പറയാനില്ല. അങ്ങനെ അതുപോലും പറയാനില്ലാത്ത നിങ്ങളാണ് ജീവിതാവസാനത്തോടെ നരകിക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇമോഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത്. ഇനി ഞങ്ങൾക്കും ഇതേപോലെ ഇമോഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വെക്കാൻ പറ്റും. ജീവിതാവസാനം വരേക്കും നരകിച്ചുകൊണ്ട് ഏതോ ചില പേപ്പേഴ്സിൽ കുറച്ച് കൺസെന്റ് എന്ന്, അതുപോലെ തന്നെ ഹാം പ്രിൻസിപ്പിൾ എന്ന് ഏതൊക്കെയോ ചില ആളുകൾ എഴുതി വെച്ചതിന്റെ പേരിൽ ജീവിതാവസാനം വരെ ഒരു സുഖവും ഇല്ലാതെ ഒരു സന്തോഷവും ഇല്ലാതെ നരകിച്ച് പുഴുത്ത് ജീവിച്ച് മരിച്ച് പോകുന്നു കഴിഞ്ഞു എന്ന് നമുക്ക് വേണേ പറയാം. ആ ഇമോഷണൽ അതായത് പിന്നെ അതുപോലെ തളർവാദം പിടിപ്പെട്ട രാമൻകുട്ടിന്റെ കഥ ഒക്കെ നമുക്ക് അതേപോലെ പറയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഞങ്ങളുടെ മാനദണ്ഡത്തിന്, ഞങ്ങളുടെ ലോകവീക്ഷണത്തിന് അത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വെക്കാണ്ട് നിങ്ങൾക്ക് അതുപോലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒക്കെ നീതിയിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കുക, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സുഹൃത്തിനോട് പറയുന്നത്. ഷാനു ആഡ് ചെയ്യുക. ബ്രോന്റെ ഈ ഒരു പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം കൂടി. അത് സപ്പോസ് ഇപ്പൊ ഒരാൾക്ക് സം കൈൻഡ് ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. അയാളുടെ പൊതുവെ എന്ത് ചെയ്യുന്നില്ല, അയാൾക്ക് ഒരു ഇണയെ കിട്ടുന്നില്ല. പക്ഷെ അയാൾക്ക് എന്താണ് വേറൊരാളുടെ വൈഫ് അയാൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക, സീക്രട്ട് ആയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളെ സംബന്ധിച്ചത് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ നരകിക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ ഈ ഒരു വേറൊരാളുടെ ഭാര്യയുമായി ലൈംഗികത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താ ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരും കൺസെന്റ് ഉണ്ട്, ഭർത്താവിന്റെ കൺസെന്റ് ഇല്ല. അതായത് ഈ ഭർത്താവ് അറിയാതെ ഭാര്യ ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ.
അപ്പൊ ഭർത്താവും ഭാര്യയും തമ്മിൽ നമ്മൾ രണ്ടുപേരും ഞാൻ നീയുമായും നീ ഞാനുമായും മാത്രമേ ഈ ഒരു കാര്യം ചെയ്യുള്ളൂ എന്ന് വാക്കാൽ ഒരു കരാറ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഭാര്യ അത് ലംഘിക്കുന്നതെങ്കിൽ അതൊരു കരാർ ലംഘനമാണ്. അതല്ല ഇപ്പൊ ഭർത്താവ് പറയാണ് ഓക്കെ നിനക്ക് വേറെ ആളുകളുമായും ചെയ്യാം, ഞാനും വേറെ ആളുകളുമായും ചെയ്തോളാം, എനിക്കും പ്രശ്നമില്ല എന്ന് പരസ്പരം ഒരു ധാരണയിൽ രണ്ടുപേരും ചെയ്യുന്നുണ്ട് എങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കലേ മാർഗുള്ളൂ. ആയിക്കോട്ടെ, അതിനെന്താ? കരാറുണ്ടെങ്കിൽ പ്രശ്നമാണെന്നാണോ പറയുന്നത്? അതായത് രണ്ടുപേരും തമ്മിൽ ഞാൻ നീയുമായും നീ ഞാനുമായും മാത്രമേ സെക്സിൽ ഏർപ്പെടാവൂ എന്ന് രണ്ടുപേരും തമ്മിൽ ഒരു ധാരണയിലാണ് ജീവിക്കുന്നത് എങ്കിൽ രണ്ടുപേരും അത് പറഞ്ഞ് വാക്കാലോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളതല്ല, വാക്കാലാണെങ്കിൽ പോലും ഒരു കരാറ് രണ്ടുപേരും പരസ്പരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് പറഞ്ഞൊരു വാക്ക് നമ്മൾ പാലിക്കുക എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ. സാധാരണഗതിയിൽ പാലിക്കേണ്ട ഒരു മര്യാദ. ഓക്കെ. സപ്പോസ് ഇപ്പം ഒരു പെൺകുട്ടി വാക്ക് കൊടുക്കുന്നത് അയാളുടെ പിതാവിനാണെന്ന് വിചാരിക്കും. ഒരു ഒരു സാധാരണ ധാരണയാണ്, ആ കൾച്ചറലി ഉണ്ടാവുന്ന ഒരു നോർമലി ഉള്ള ധാരണയാണ് എന്താണ്, ആ വാപ്പ അറിയാതെ ഈ പെൺകുട്ടി വേറെ വിവാഹമൊന്നും കഴിക്കില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി ആ വാക്ക് പാലിക്കണം. ബാപ്പ അറിയാതെ ഞാൻ വേറെ വിവാഹം കഴിക്കില്ല എന്ന് വാക്ക് കൊടുത്തു. വാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പാലിക്കുകയാണല്ലോ വേണ്ടത് ഇൻ ദി ജനറൽ കേസ്. ഓക്കെ. അപ്പം സ്വാഭാവികമായും ഈ ഒളിച്ചോടി പോകുന്നതൊക്കെ തെറ്റാണ്. ലൈക്ക് അവിടെ എന്താണ് ഒരു ധാരണയുണ്ടോ? ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ഇല്ലല്ലോ, ഞാനിപ്പോ എന്റെ ബാപ്പയ്ക്ക് വാക്ക് കൊടുത്തു, വാപ്പ പറയണ പോലെ കല്യാണം കഴിക്കുന്നു വാക്ക് കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ ഞാനത് ഓണർ ചെയ്യണം. ഓക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യാമല്ലോ. ഓക്കെ. അത് ആ കൾച്ചറലി അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കേ. കൾച്ചറിൽ സ്വാഭാവികമായും എന്താണ് അംഗീകരിക്കപ്പെടുന്ന അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കേ. ഒരു ധാരണയാണ്. അണ്ടർസ്റ്റുഡ് എന്നുള്ളത് കൊണ്ട് മേ ബി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ഇന്ത്യൻ കൾച്ചർ ആണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ഭർത്താവിന്റെയും ഭാര്യയുടെയും കേസിലുള്ളത് പോലെയുള്ള ധാരണ. അതായത് ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ വേറെ ഒന്നും എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ചെയ്യുന്നില്ല, വേറെ സ്ഥലത്ത് പോകുന്നോ പോകില്ല എന്നൊന്നും എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ചെയ്യുന്നില്ല, വാക്കാലുള്ള കരാറൊന്നുമില്ല. പക്ഷെ ഒരു ധാരണ അവർക്കിടയിലുണ്ട്. ഐ മീൻ സ്വാഭാവികമായും ഇറ്റ്സ് എക്സ്പെക്ടഡ് ഇൻ ദ സൊസൈറ്റി. അത്തരം കാര്യങ്ങളിൽ അപ്പൊ അവര് പരസ്പരം സംസാരിച്ച് എന്നിട്ട് തീരുമാനിക്കണം. നമ്മളിപ്പോ വിവാഹത്തിന് പോകുന്ന സമയത്ത് എന്താണ് കല്യാണം കഴിക്കുന്ന സമയത്ത് നീ എന്നെ കൊല്ലില്ലല്ലോ എന്ന ആൾ ചോദിക്കില്ലല്ലോ. ലൈക്ക് ഇറ്റ്സ് എക്സ്പെക്ടഡ്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ എന്താ ചെയ്യുക? നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൺസൾട്ട് ചെയ്ത് നമ്മൾ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനത്തിൽ അതാത് കുടുംബത്തിന്റെ അനുസരിച്ചിട്ടും അതാത് വ്യക്തികളുടെ അനുസരിച്ചിട്ടും ചെയ്യട്ടെ. ഓക്കെ. ഇനി എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീക്ക് വിളിച്ചോളാൻ പറ്റില്ല? പറ്റില്ലേ? എന്താ വാപ്പയുടെ മോളുടെയും കാര്യമാണോ? അതെ. അവിടെ ഈ വാപ്പയും മോളും തമ്മിൽ ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ടോ? അവർ തമ്മിലുള്ള കെമിസ്ട്രി എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് എ ഫാമിലി ഈസ് ഇറ്റ്? എന്താണ് ആ വാപ്പയുടെ സ്വഭാവം, മോളുടെ സ്വഭാവം, അവൾ ആരെയാ പ്രേമിക്കുന്നത്? ലോട്ട് ഓഫ് ഫാക്ടേഴ്സിനനുസരിച്ചിട്ട് ഡിസൈറബിൾ ആയത് ചെയ്യട്ടെ. ഇതിലൊന്നും yes, no എന്നുള്ളത് സഹോദരാ. എന്ത്? അതായത് ഇന്നത് ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ എന്നുള്ളതല്ല. ചെയ്താൽ ഗുണങ്ങൾ ദോഷങ്ങൾ ഉണ്ടാവും, ചെയ്യാതിരിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. ഇവിടെ ചെയ്താൽ ഭയങ്കര ഗുണമല്ലേ? കാരണം വേറൊരാളെ നമ്മൾ സഹായിക്കുകയാണ്. ആൾക്ക് ജീവിതത്തിൽ വേറെ പെണ്ണൊന്നും കിട്ടൂല. ആൾക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വേറെ പെണ്ണൊന്നും കിട്ടില്ല. അപ്പം ആ പെൺകുട്ടി എന്താണ് ഈ ഹസ്ബൻഡിക്ക് ഇങ്ങനെ ഒരു ഇന്റൻഷൻ കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരു സെക്ഷൽ പ്രഷർ കൊടുക്കുക എന്നുള്ള ഇന്റൻഷൻ കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന നന്മ കൂടിയായില്ലേ? അപ്പൊ നമ്മൾ ഈ കരാർ ഉണ്ടെങ്കിൽ പോലും ഒരു കരാർ പാലിക്കുന്ന വിഷയമാണോ, അതല്ല ഒരാൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു നരകയാതനയാണോ? ഏതാണ് ബെറ്റർ? ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഒരാളൊരു കരാറിടാണ്, ഞാൻ ബാസിലിനെ കൊല്ലും എന്ന് കരാറിടാണ്. ഒബ്വിയസ്ലി ഞാനത് പാലിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കരാർ പറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ പാലിക്കണം എന്നല്ലല്ലോ വിചാരിക്കാം. നമ്മൾ ആ കരാർ തെറ്റിക്കല്ലോ ചെയ്യാം. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ നിങ്ങളുടെ പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഓരോ വളരെ ബിസാർ ആയിട്ടുള്ള കുറെ സെനാരിയോസ് പറയുന്നതല്ലാതെ എന്താ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, നിങ്ങളുടെ റെസ്പോൺസ് എന്താണ് ഈ വിഷയത്തിൽ? എന്ത് വാപ്പ അറിയാതെ മോൾ ഒളിച്ചോടുന്നത് ശരിയാണോ? അല്ല, ഭാര്യയുടെ വിഷയത്തിൽ ഇപ്പം അതായത് എയും ബിയും ഉണ്ട്, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. എ അറിയാതെ ബി വേറൊരാളുടെ ഒപ്പം സ്ലീപ്പ് ചെയ്യുന്നു, പക്ഷെ ആ ആൾക്ക് ഇണയെ കിട്ടാത്ത ആളാണ്. അപ്പൊ അയാൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി ബി ചെയ്തു കൊടുത്തു എന്നാണോ? അങ്ങനെ ഒരു കാര്യത്തിലാണെങ്കിൽ എയുമായിട്ടുള്ള ഒരു ധാരണ ബി തെറ്റിച്ചത് ഒരു വിശ്വാസ വഞ്ചനയായിട്ട് തന്നെയല്ലേ കാണാനാവുള്ളൂ. പക്ഷെ ഇവിടെ അതിനേക്കാൾ ബെറ്റർ അല്ലേ? ട്രേഡ് ഓഫ് ചെയ്യൂ.
ഇയാൾക്ക് ജീവിതത്തിൽ വേറെ പെണ്ണിട്ടില്ല. ആദ്യം ഭർത്താവ് അറിയുന്നു. ബി എയോട് സംസാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് വിരോധം ഇല്ലാന്ന് അയാൾ പറയുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വെക്കുക. അതല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാനാവുക? വിരോധം ഇല്ല. ഇറ്റ്സ് ഡാം ഷുവർ ദാറ്റ് വിരോധം ഉണ്ട് എന്നായിരിക്കും പറയാം. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ചോദ്യത്തിന് മറുപടി പറയണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓപ്ഷൻസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ നിങ്ങൾ ഒരാളുമായിട്ട് ശ്രദ്ധിക്കുന്ന ഈ സിനാരിയോസ് എന്തുകൊണ്ട് കൊണ്ടുവരുന്നുള്ള പോയിന്റ് പറഞ്ഞുതരാം. നിങ്ങൾ മുമ്പ് പറയുന്ന കാര്യങ്ങളും ഇതും തമ്മിൽ എന്ത് കോൺഫ്ലിക്റ്റിൽ വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ വീക്ഷണ പ്രകാരം എന്താണ് ഇവിടെ ഹാം വരുന്നില്ല, കൺസെന്റിന്റെ പ്രശ്നം പോലും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഇവിടെ എന്താണ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ആൾ ജീവിതത്തിൽ മുന്നിൽ നിരക്കുക എന്നുള്ളത് ചെയ്യാനൊരു കാരണമുണ്ട്. സോ നിങ്ങളുടെ വീക്ഷണ പ്രകാരം നിങ്ങളുടെ വീക്ഷണ പ്രകാരം അയാളത് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ വീക്ഷണ പ്രകാരം പറയട്ടെ നിങ്ങളുടെ വീക്ഷണ പ്രകാരം അയാൾ ചെയ്യണം. നിങ്ങളുടെ നിലപാടുകൾ പ്രകാരം, നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് പ്രകാരം അയാളത് ചെയ്യണം. ആ സ്ത്രീ അത് ചെയ്യണം, ആ സ്ത്രീയോ പുരുഷനോ അത് ചെയ്യണം. പക്ഷെ എന്താണ് നിങ്ങൾ പറയുന്നു ചെയ്യേണ്ട എന്നുള്ളത്? ഈ വൈരുദ്ധ്യം കാണിക്കാനാണ് ഈ ഉദാഹരണം കൊണ്ടുവരുന്നത്. ഇതേ വൈരുദ്ധ്യം കാണിക്കാനാണ് കുട്ടിയുടെ ഉദാഹരണം കൊണ്ടുവന്നത്. ബിക്കോസ് യുവർ പ്രിൻസിപ്പിൾസ് ആർ എന്താണ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ദ സിനാരിയോസ് യു കമ്മിങ് വിത്ത്. അല്ല, നമ്മളൊരു പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയാണെങ്കിലും ന്യൂവാൻസസ് ഒന്നുണ്ട്. ദ ഡെവിൽ ഇസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറയും. ഓരോ വിഷയങ്ങളിലെ ന്യൂവാൻസസ് പരിഗണിച്ചിട്ടാണ് നമ്മൾ ഇന്നതിൽ ഇന്നതാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഇന്ന സന്ദർഭത്തിൽ ഇന്നതാണ് കൂടുതൽ കരണീയമായിട്ടുള്ളതെന്ന് പറയുന്നത്. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഫിലോസഫിക്കലായ വിഷയങ്ങളിൽ മാത്രമല്ല. ഈ പെർട്ടിക്കുലർ കേസിൽ അതാണ് പറയുന്നത്. ഈ പെർട്ടിക്കുലർ കേസിൽ, നിങ്ങൾ പറഞ്ഞ കേസിലാണെങ്കിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് ഒരു സെക്ഷൽ പ്ലഷർ ഒരിക്കലും കിട്ടുന്നില്ല എന്നൊരു അവസ്ഥയിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ട്. അതാണ് ഒരു വശത്തുള്ളത്. മറുവശത്ത് ബി എന്ന് പറയുന്ന വ്യക്തി എയെ വിവാഹം കഴിക്കുകയും എയും ബിയും തമ്മിൽ നീ ഞാനുമായും ഞാൻ നീയുമായും മാത്രമേ ഇത് ചെയ്യുള്ളൂ എന്നൊരു ധാരണ ഉണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, വാക്കാൽ അല്ലെങ്കിൽ പോലും കൾച്ചറലി നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ധാരണ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ധാരണ ലംഘിക്കാൻ പാടില്ല എന്നൊരു ഇത് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ടഗ് ഓഫ് വാർ ആണ്, വടംവലി പോലെയാണ്. ഒരു കാര്യത്തിൽ നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നു, ഒരു കാര്യത്തിൽ അതൊരു ഗ്രേ ഏരിയയാണ്. അവിടെ ഒന്നൊരു ഡെഫിനിറ്റീവായ ശരി, ഡെഫിനിറ്റീവായ തെറ്റില്ല. പക്ഷെ എന്റെ ഇതിൽ ഐ വുഡ് സ്റ്റിൽ സേ അത് ചെയ്യരുത്. ബിക്കോസ് ഒരു ആളുമായിട്ട് നമ്മളൊരു വാക്ക് കൊടുത്തു, അത് ഞാൻ ഓണർ ചെയ്യണം. ഞാൻ നാളെ 3 മണിക്ക് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ 3 മണിക്ക് നിങ്ങളെ വന്ന് കാണണം. അത് ഞാൻ നിങ്ങൾക്ക് നൽകിയൊരു വാക്ക് പാലിക്കുക എന്നുള്ളൊരു മര്യാദയല്ലേ? ആ അർത്ഥത്തിലാണ്, അങ്ങനെ തന്നെയാണ് മനുഷ്യരെല്ലാരും ജീവിക്കുന്നത്. അല്ലാതെ യൂണിവേഴ്സലി ഇതൊക്കെ ഒരാൾക്ക് കൊടുക്കുന്ന വാക്ക് തെറ്റിക്കുക എന്നതിനേക്കാളും എത്രയോ ചെറുതാണ് നിങ്ങൾ അനുഭവിച്ചു എന്ന്. നിങ്ങൾ പറയുന്നു ഭയങ്കര ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ സഹിക്കാതിരിക്കുക, അത്രയും പ്രശ്നമാണെന്നൊക്കെ പറയുന്ന നിങ്ങളുടെ യാതന അത്രയും ചെറുതാണ്. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ നിങ്ങളുടെ സഫറിങ് അത്രയും ചെറുതാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്, റൈറ്റ്? അല്ലല്ലോ. എനിക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താണ്? അല്ല ഇവിടെ നിങ്ങൾ വേ ഓഫ് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്താണ് ഒരാളോടുള്ള വാക്ക് പാലിക്കുക എന്നുള്ളത്. അതായത് വാക്കാൽ പോലും വാക്ക് കൊടുത്തിട്ടില്ല, ജസ്റ്റ് കൾച്ചറലി ഉള്ള ഒരു വാക്ക് പാലിക്കാതെ ആൾ അറിയാതെ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സംഭവം പോലും, ഓക്കെ, അതുപോലും ഇയാൾ അനുഭവിക്കുന്ന ജീവിതകാലം മുഴുവൻ ഇയാൾ അനുഭവിക്കുന്ന സഫറിങ്ങിനേക്കാളും എന്താണ് വലുതാണ്. അത് ആ വാക്ക് കൊടുക്കുക എന്നതിനേക്കാളും ചെറുതാണ് അയാളുടെ സഫറിംഗ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ബേസിക്കലി നിങ്ങളുടെ സഫറിംഗ് നിങ്ങൾ പറയുന്നത് ഇത് ചെറുതിന്റെയോ വലുതിന്റെയോ വിഷയമല്ല. ചെറുത് വലുത് എന്ന് പറയുമ്പോ നമ്മൾ രണ്ട് എന്താ പറയാ കമ്പയർ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇത് ചെറുത് ഇത് വലുത്, അല്ലെങ്കിൽ തൂക്കം അളക്കുന്ന പോലെ അല്ലല്ലോ. ആ വിഷയത്തിന്റെ ഡീറ്റെയിൽസ് അനുസരിച്ച്, ന്യൂആൻസസ് അനുസരിച്ച്. അതാണ് ഞാൻ ചെയ്തതല്ലേ? അതന്നെയാ പറയുന്നത്. നമ്മളൊരു വിഷയത്തിന്റെ ശരി എന്ത് തെറ്റെന്തെന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ശരി തെറ്റ് എന്നുള്ളത് ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നൊരു ബ്ലാക്ക് വൈറ്റ് ബൈനറി അല്ല. ഇന്നതാണ് ശരിയെന്ന് ചിന്തിക്കാൻ ചില ന്യായങ്ങളുണ്ട്, മറിച്ചാണ് ശരിയെന്ന് ചിന്തിക്കാനും ചില ന്യായങ്ങളുണ്ട്. ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തി നമ്മൾ ചില വിഷയങ്ങളിൽ തീരുമാനം എടുക്കും, ചിലതിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ വോട്ടിനിടും. ഇപ്പൊ കേരളയിൽ വേണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ അനുകൂലമായും കുറെ വാദങ്ങളുണ്ട്, പ്രതികൂലമായും വാദങ്ങളുണ്ട്. അവിടെ ഒരു ഡെഫിനിറ്റീവ് ശരിയല്ല ഉള്ളത്. അതൊക്കെ മനസ്സിലായി. നമ്മൾ ആപ്ലിക്കേഷനിലേക്കാണ് വരുന്നത്. ആപ്ലിക്കേഷൻ ബ്രോ ചെയ്തപ്പം ബ്രോക്ക് മനസ്സിലായി ബ്രോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതകാലം മുഴുവൻ സെറ്റ് ചെയ്യാതിരിക്കാനുള്ള സഫറിങ് എന്താണ് ഈ പറയുന്ന വാക്ക് പാലിക്കാതിരിക്കുക എന്നതിനേക്കാളും ഡൗൺ ആണ്, റൈറ്റ്? അല്ലല്ലോ, ഞാൻ ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യാതിരുന്ന് ഇങ്ങനെ മരണം വരെയും എനിക്കൊരു സെക്ഷൽ പ്ലഷർ നിഷേധിക്കുന്നതിലും നല്ലത് എന്നെ പോലെ തന്നെയുള്ള മറ്റു മനുഷ്യർ, അതായത് ഇപ്പൊ ഞാനും എന്റെ പങ്കാളിയും ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് ബാംഗ്ലൂർ ബ്രോ അതല്ല ചോദിച്ചത്.
അതായത് ഒരു ഭാര്യ ഭർത്താവിന്റെ ആ വിഷയം പറഞ്ഞത്, അത് അത് വെർബലി പോലും വാക്കില്ല, ജസ്റ്റ് കൾച്ചറലി അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നത് പോലും വൈലേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ബ്രോ വിശ്വസിക്കുന്നത്. കാരണം അവിടെ ടഗ് ഓഫ് വാർ നടന്ന സമയത്ത് ബ്രോന്റെ സഫറിങ് അതിനേക്കാൾ കുറവാണ്, അല്ലെ? അവിടെ ഐ വുഡ് സേ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതിന് ചേട്ടൻ വിരോധം ഉണ്ടോ ചോദിക്കട്ടെ. സംസാരിച്ചാൽ അപ്പം നോ തീർന്നില്ലേ? എന്നുള്ളതായിരിക്കും ഡെഫിനറ്റ്ലി ആൻസർ ഉണ്ടാവുക. അഗെയിൻ താങ്ക്സ് ടു ദ കൾച്ചർ അതായിരിക്കും ഉണ്ടാവുക. ആ അതുകൊണ്ട് തന്നെ ഭാര്യ എന്ത് ചെയ്തു, ആ കൾച്ചർ ഫോളോ ചെയ്യാതെ ഭാര്യ ഇയാളോടൊപ്പം ചെയ്തു. അപ്പം യു സെറ്റ് ദാറ്റ് എന്താണ് അവിടെ സെക്സിൽ ഏർപ്പെടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് ദ ഇമ്മൻസ് സഫറിങ് യു വർ ടോക്കിംഗ് അബൌട്ട് വാസ് നോട്ട് ലൈക്ക് അത് ഇതിനേക്കാളും കൂടുതലല്ല. ഏതിനേക്കാളും കൂടുതലല്ല. അത് ഇവിടെ ഭാര്യ ഇത് ഈ പറയുന്ന ഭർത്താവിന്റെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലല്ല. അതുമായിട്ട് കമ്പയർ അവിടെ ചെയ്യുമ്പോൾ ഞാനാണ് ഭാര്യയുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചെയ്യില്ല. സോ ബിക്കോസ് വേറെയും പെണ്ണുങ്ങൾ നാട്ടിലുണ്ടല്ലോ. ഈ ഭാര്യ മാത്രമാണോ ആ നാട്ടിൽ ഉള്ള വേറെ ഒരേ ഒരു പെണ്ണുങ്ങളുടെ വ്യക്തി? കാര്യം നമ്മൾ ചോദിച്ചില്ല, ബ്രോന്റെ അഭിപ്രായം നമ്മൾ ചോദിക്കുന്നത്. സോ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ചോദ്യം, ബ്രോ പറയുന്നു ബ്രോന്റെ സഫറിങ് എന്ന് പറയുന്നത്, അതായത് ഈ ഭർത്താവിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ വേറൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാളും താഴെയാണ്, അല്ലെ? ബ്രോന്റെ സഫറിങ് താഴെ അത്രയും മുകളിലെന്നല്ല, അത് വേറെ. അയാള് സഫർ ചെയ്യുന്നു. ലോകത്ത് ഇപ്പൊ സഫർ ചെയ്യുന്ന എല്ലാവരെയും സഹായിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. ഇപ്പൊ ലോകത്ത് ഒരുപാട് പേര് ദരിദ്രരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്. എന്റെ സ്വത്ത് മുഴുവൻ കൊടുക്കാൻ എനിക്കാവില്ല. ഇതൊക്കെ ന്യൂവാൻസസ് അനുസരിച്ചിട്ടിരിക്കും. കുറച്ച് നമ്മൾ ദാനം ചെയ്യില്ല. സെക്സിന്റെ കാര്യത്തിൽ അങ്ങനെ കുറച്ച് കൊടുക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ചോറ് വിളമ്പുന്ന പോലെ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡുമായിട്ടുള്ള ട്രസ്റ്റ് ഞാൻ ബ്രേക്ക് ചെയ്യില്ല. അയാൾക്ക് വേണമെങ്കിൽ മറ്റു മാർഗങ്ങളും ഉണ്ടല്ലോ, അയാൾ മറ്റു സ്ത്രീകളിലൊപ്പം ആയിക്കോട്ടെ എന്ന് കരുതും. അല്ല, മറ്റു മാർഗങ്ങൾ ഇല്ലല്ലോ, അതല്ല നമ്മുടെ സിനാരിയോ. അതെന്താ മറ്റു ചോദ്യം മാറ്റാൻ പറ്റുമല്ലോ. മാർഗങ്ങളില്ലാത്ത? അതെന്താ? അയാൾ വിരൂപനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ലോകത്ത് ആരും അയാളെ ദാറ്റ്സ് ദ സിനാരിയോ, സെറ്റപ്പ് അതാണ്. സോ ആ സെറ്റപ്പിലും ബ്രോന്റെ ഒപ്പീനിയൻ നമുക്ക് അറിയേണ്ടത്. ആൻഡ് യു സെറ്റ് എന്താണ് അയാളുടെ ജീവിതകാലം മുഴുവനുള്ള സഫറിങ്ങും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ സഫറിങ് അത്ര ഇല്ല. ബേസിക്കലി യു ആർ സഫറിങ് അത്ര ഇല്ല എന്നാണ് ബേസിക്കലി saying ആ വ്യക്തി വളരെ വളരെ വിരൂപനാണ്. സോ നോബഡി ഓൺ ദിസ് പ്ലാനറ്റ് 800 ബില്യൺ നമ്മൾ ആ കേസ്, ആ വ്യക്തി ഏതെങ്കിലും ഒരു പിന്നെ എന്താ പറയാ സഹദേവനെ കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ വെച്ചൊരു കേസിൽ സംസാരിക്കുക. ആ വ്യക്തി ആരായിരിക്കും, എന്താണ് അത് നിങ്ങളുടെ എന്തിനായിരിക്കും? കേസ്? ആ വ്യക്തിക്ക് ഇത് അതായത് കിട്ടുന്നില്ല, അയാൾക്ക് എന്തായാലും ചെയ്യാനേ വേറെ പറ്റാതിരിക്കുന്നു. അയാൾക്ക് വേറെ എന്താ ഒരാളും ഇല്ല ഇപ്പൊ. എന്തായാലും അങ്ങനെയാണ് കേസ്. ഒരാൾക്ക് ആ വേറൊരാളും ഇല്ല. മാത്രമല്ല ഈ ഒരു പെണ്ണാകട്ടെ പിന്നെ വേണമെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ ആ. ഒരു 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 കോൺട്രാക്ട് ഉണ്ട് ഭർത്താവുമായിട്ട്. അപ്പൊ ആ കോൺട്രാക്ട് ആണോ വലുത്, അതല്ല ഇയാളുടെ ജീവിതാവസാനം വരെയുള്ള നരകയാതനയാണ്? കോൺട്രാക്ട് കീപ്പ് ചെയ്യുക, അത്ര തന്നെ. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. Yes. അതാണ് ഷാന് ചോദിച്ചത്. നിങ്ങൾ ഈ പറഞ്ഞ ജീവിതാവസാനം വരേക്കും സെക്ഷൽ പ്രഷർ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരാളോട് വേർബലി പോലും ഇല്ലാത്ത ഒരു സോഷ്യൽ കോൺട്രാക്ട്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിനോടുള്ള ആ ഒരു പൊതുവായിട്ടുള്ള ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതാണ് വലുത്. ഏത് ഈ ഒരാൾ ജീവിതാവസാനം വരേക്കും നരകിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ ഭാഷയിൽ നരകിക്കുന്നതിനേക്കാൾ. ഈ ഒരു കാര്യത്തിൽ ബിക്കോസ് ദർ ഇസ് എ കോൺട്രാക്ട്, ലെറ്റ് ഹർ നോട്ട് ബ്രേക്ക് ഇറ്റ് എന്ന് തന്നെയാണ് ഞാൻ പറയാ. പക്ഷെ അതല്ല മറ്റു അതാണ് വിഷയങ്ങളിലുള്ളത്. കൺക്ലൂഷൻ. അപ്പോ ആ ഒരു വാക്ക്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്താ പറയാ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു സംഭവമാണ് ഈ നിങ്ങൾ പറഞ്ഞ നരകയാതന എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ വെയ് ചെയ്യുക, അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഷീ ഷുഡ് കീപ് ഹർ വേർഡ്. കറക്റ്റ്, യു ആർ റൈറ്റ്. പക്ഷെ അതൊന്നും ഇവിടെ മറ്റു വിഷയങ്ങളിൽ ബാധകമല്ല. അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സെനാരിയോ പറഞ്ഞിട്ട് അതുകൊണ്ട് ഹോമോസെക്ഷാലിറ്റി ചെയ്യരുതെന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. എന്നെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ് ഞങ്ങൾക്ക് ഡിനൈ ചെയ്യുന്നത് എന്തിന്? മെയിൻ ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇതുകൊണ്ട് ഹോമോസെക്ഷാലിറ്റി ചെയ്യരുത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പീഡോഫിലിയ എക്സാമ്പിൾ, അത് ഓരോന്നിനും ഓരോ കോണ്ടെക്സ്റ്റ്. നിങ്ങൾ വെക്കുന്ന ഓരോ വാദത്തെയുമാണ് ഞങ്ങൾ കൗണ്ടർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം പിന്നെ എന്താ പറയാ കൺസെന്റ് എന്ന് പറഞ്ഞൊരു മാനദണ്ഡം വെച്ചു, ഹാം എന്ന് പറയുന്ന മാനദണ്ഡം വെച്ചു. അതിനെ ഓരോന്നിനെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. അല്ലാതെ ഈ പിന്നെ ഹസ്ബൻഡ് ഉള്ള ഒരു സ്ത്രീ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പോലെയാണ് ഹോമോസെക്ഷാലിറ്റി. എല്ലാത്തിനെയും അത് ഇതുപോലെയാണ് നല്ല നമ്മൾ പറയുന്നത് ബേസിക്കലി. ഇനി ആ പാരന്റ്സിന്റെ വിഷയം ഒന്ന് പറയോ? പാരന്റും ഏതായിരുന്നു ആ വിഷയം? അത് പിതാവും മകളും ഒളിച്ചോട്ടോ. ഒളിച്ചോടുന്നതിന് മുൻപ് വീട്ടിൽ സംസാരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട കാര്യം. സംസാരിച്ചാൽ കേൾക്കൂല, സമ്മതിക്കൂല.
അങ്ങനെയാണെങ്കിൽ ആ മുതിർന്ന 2 വ്യക്തികൾ അവർക്ക് ഇഷ്ടമുള്ള ഒളിച്ചോടേണ്ട കാര്യമില്ല. മാരി ചെയ്യട്ടെ. അപ്പൊ കോൺട്രാക്ട് എന്താ മനസ്സിലായില്ല? ഒന്നുകൂടെ ചോദിക്കൂ. അതായത് കൾച്ചറലി ഒരു കോൺട്രാക്ട് ഉണ്ട്. എന്താണ് വാപ്പ പറയും പോലെ മകൾ അനുസരിക്കും എന്നുള്ളത് കൾച്ചറലി ഉള്ളൊരു സംഭവമാണ്. ഇറ്റ്സ് കൾച്ചറലി അക്സെപ്റ്റഡ് വാപ്പ ആയിട്ടുള്ള പറയുന്ന പോലെ അണ്ടർസ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യം. മകള് അത് കൾച്ചറലി അക്സെപ്റ്റഡ് ആണെങ്കിൽ ഐ തിങ്ക് ആ ഒരു കൾച്ചർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. വാപ്പയോട് സംസാരിച്ച് നോക്കുക. സംസാരിച്ചിട്ടും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയാണ്, അവൾക്ക് ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാം. അവൾ തെരഞ്ഞെടുക്കട്ടെ. അവിടെ അതാണ് കൂടുതൽ ശരി. അപ്പൊ കോൺട്രാക്ട് തെറ്റിക്കാം. അവിടെ ഒരു കോൺട്രാക്ട് എന്നുള്ളതിനേക്കാൾ ഉപരി വാപ്പ ഈ പെണ്ണിന്റെ ജീവിതം മകളായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്ന ആളെ ഇവൾ കല്യാണം കഴിക്കാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമല്ലേ അത്. ഇപ്പോഴത്തെ രണ്ട് ഹസ്ബൻഡ് കോൺട്രാക്ട് ഞാൻ ഒരുപോലെ പറയുന്നത് അല്ലല്ലോ. രണ്ടും അങ്ങനെ തന്നെയല്ലേ? ഹസ്ബൻഡും ഞാൻ എന്നെ അവിടെ കല്യാണം കഴിച്ചു രണ്ടുപേരും എന്നുള്ള പരസ്പര സമ്മതത്തോടെ രണ്ടുപേരും ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതല്ലേ. ഇവിടെ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതാണെന്ന് തോന്നുന്നില്ല. ഇവിടെയും ഇല്ല, കോൺട്രാക്ട് ഇവര് ഉണ്ട്. വിവാഹത്തിൽ മാത്രമേ ഏർപ്പെട്ടിട്ടുള്ളൂ. വിവാഹം എന്നുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. വേറെ റിലേറ്റീവ് കല്യാണം കഴിക്കുന്ന വിഷയമൊന്നും ഏർപ്പെട്ടിട്ടില്ല. വാപ്പയും മകളും അല്ലെങ്കിൽ അച്ഛനും മകനും എന്ന് പറയുമ്പോൾ ഈ മകൻ ഒരു വ്യത്യസ്ത വ്യക്തി തന്നെയാണല്ലോ. അയാൾക്ക് ഇഷ്ടമുള്ള ആളെ അയാൾ വിവാഹം കഴിക്കുന്നത്. ഭാര്യയും ഒരു വ്യത്യസ്ത വ്യക്തിയാണ്. അതെ, ഭാര്യയുടെയും ഭർത്താവിന്റെയും കേസിൽ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു സെക്ഷുവൽ അല്ലെങ്കിൽ കോൺജുഗൽ എന്ന് പറയുമല്ലോ. കോൺജുഗൽ ആയ ഒരു റിലേഷൻഷിപ്പ് ആണത്. അച്ഛനും മോളും തമ്മിലുള്ളത് ഒരു ഫീലിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ. അതുകൊണ്ട് അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇത് തമ്മിൽ താരതമ്യം ചെയ്യുന്നത് തന്നെ ശരിയല്ല. മകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടിലും കോൺട്രാക്ട് ഉണ്ട്. അത് നമ്മൾ താരതമ്യം ചെയ്യല്ലോ. കോൺട്രാക്ട് ആയിരുന്നു നിങ്ങളെ മാനദണ്ഡം. നേച്ചർ ഓഫ് ദി കോൺട്രാക്ട് ഇസ് ഡിഫറെന്റ്. എന്ത് ഡിഫറെന്റ്? നിങ്ങളൊരു Relevant അങ്ങനെ തന്നെയല്ലേ ലോകത്ത്. അല്ലാതെ മീസുണ്ട്, ഭർത്താവിന് മീസല്ല എന്നുള്ള ഡിഫറൻസ് പറഞ്ഞിട്ട് കാര്യമല്ലോ. ദി ഡിഫറൻസ് ഹാസ് ടു ബി റെലവന്റ്. എന്താണ് അപ്പൊ നിങ്ങളുടെ പോയിന്റ്? മകൾ ഒളിച്ചോടാൻ പാടില്ല എന്നാണോ നിങ്ങളുടെ പോയിന്റ്? അല്ല, I'm just saying that you don't have a consistent view on any of this. നിങ്ങൾക്കും ഇല്ല. നിങ്ങൾക്കും കൺസിസ്റ്റന്റ് ആയി ഒന്നും തന്നെ ഇല്ലല്ലോ. ഞാൻ എല്ലാത്തിലും കൺസിസ്റ്റന്റ് ആയി ഓക്കെ, എന്നാൽ നിങ്ങളുടെ നിലപാട് എന്താ? അച്ഛനും മകളും തമ്മിൽ ഇങ്ങനെ ഉണ്ട്, അപ്പൊ പിന്നെ മകൾ എന്ത് ചെയ്യണമെന്നാ നിങ്ങളുടെ വേൾഡ് വ്യൂ അനുസരിച്ചിട്ട്? ഞങ്ങളുടെ വേൾഡ് വ്യൂ അനുസരിച്ചിട്ട് കൃത്യമായ നിലപാടുകൾ എല്ലാ വിഷയത്തിലും ഉണ്ട്. എന്താണോ പറയൂ, ഈ വിഷയത്തിൽ എന്താ? അതാണ് ഞങ്ങളുടെ നിലപാട്. അതിലേക്ക് വരാം. ഞങ്ങളുടെ നിലപാടിലേക്ക് തന്നെയാണ് ഈ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിലപാടില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി നമ്മളെ നിലപാടിലേക്ക് വരാം. ഒന്ന്, ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ഭയങ്കര സഫറിങ് അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സഫറിങ് അനുഭവിക്കുന്ന എല്ലാ കാര്യവും അനുവദിക്കണം. ഇതായിരുന്നു ഫസ്റ്റ് നിങ്ങളുടെ പോയിന്റ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്നു എന്താണ്? പീഡോഫൈലിന്റെ കാര്യം കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഹാമുള്ള സഫറിങ് നിങ്ങൾ കണ്ടീഷൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തു. എന്താണ്? സഫറിങ്, ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് സഫറിങ് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് ഹാം ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കാര്യം ചെയ്യാൻ അനുവദിക്കണം. ഓക്കെ, അതായിരുന്നു രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് ഞങ്ങൾ എന്താണ് ഇത് കൊണ്ടുവന്നു? ഏത്? ഈ പറയുന്ന ചൈൽഡിന്റെ കാര്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു റൈറ്റ് ടു പ്രൈവസി ആണ് എന്ന് പറഞ്ഞു. അതുകൂടെ ആഡ് ചെയ്തു. പിന്നെ നിങ്ങൾ കോൺട്രാക്ട് ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്തു. അപ്പം ബേസിക്കലി നിങ്ങൾ പറയുന്ന കോൺട്രാക്ട് തെറ്റിക്കുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായി നിങ്ങൾ കരുതുന്നു. ഓക്കെ, എന്താ കാരണം നിങ്ങൾ പറഞ്ഞിട്ടില്ല. കോൺട്രാക്ട് തെറ്റിക്കുന്നത് മോശം കാര്യമാണ്. അതേപോലെ ഹസ്ബൻഡിനോട് ലോയൽ ആവാതിരിക്കുക എന്ന് പറയുന്നത് മോശം കാര്യമാണ്. ഒരാളുടെ പ്രൈവസി ഇൻവേഡ് ചെയ്യുന്നത് മോശം കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ മോശം കാര്യമായി നിങ്ങൾ കരുതുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ വേറൊരാൾക്ക് ഇൻസെസ്റ്റ് മോശമാണെന്ന് കരുതാം. നിങ്ങൾ തന്നെ പറഞ്ഞു ഇൻസെസ്റ്റ് റിപ്പൾസീവ് ആണെന്നത് മോശമായിട്ട് കരുതാം. അതേപോലെ ഞങ്ങൾക്ക് ഹോമോസെക്ഷുവാലിറ്റി റിപ്പൾസീവ് ആയിട്ട് കരുതുന്നു. വി കൺസിഡർ ഇറ്റ് റിപ്പൾസീവ് ആയിട്ട് കരുതാം. പീഡോഫൈലിയ റിപ്പൾസീവ് ആയി കരുതാം. ഇൻഹറന്റ്ലി തന്നെ റിപ്പൾസീവ് ആയി കരുതാം. അങ്ങനെ ഇൻഹറന്റ്ലി റിപ്പൾസീവ് ആയി കരുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് റീസൺ കൊടുത്താലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഒരു കാര്യം തെറ്റാണെന്ന് കരുതുന്നത് അത് മോറലി സെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായും പല കാലഘട്ടത്തിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ സോഷ്യൽ ഇൻഫ്ലുവൻസും മറ്റു കാരണങ്ങൾ കൊണ്ട് പലർക്കും പല കാര്യങ്ങളും തെറ്റാന്ന് തോന്നാം. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണെന്ന് തോന്നാം. നിങ്ങൾക്ക് കരാർ ലംഘിക്കുന്ന എന്തുകൊണ്ട് തെറ്റാണ് എന്നതിനൊരു റീസൺ ഇല്ലാത്തതുപോലെ. ഓക്കെ, ഹാമാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പണി കിട്ടും. അതേപോലെ ഞാൻ പ്രൈവസിയുടെ വിഷയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൺസെന്റിന്റെ വിഷയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൺസെന്റ് വിഷയം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എടുക്കുക അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ? കൺസെന്റ്, പ്രൈവസി, ഹാം, പിന്നെന്തായിരുന്നു? പിന്നെ ലാസ്റ്റ് കോൺട്രാക്ട്. ഓക്കെ, കൺസെന്റ് വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു കൺസെന്റ് ഹാം ഉണ്ടാക്കുന്നത് കൊണ്ടല്ല തെറ്റാവുന്നത്. കാരണം ഹാം ഉണ്ടാക്കാത്ത കൺസെന്റ് വയലേഷനെ കുറിച്ച് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഹാം ഉണ്ടാക്കുന്നത് കൊണ്ടല്ല, അത് ഇൻഹറന്റ്ലി തെറ്റാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് നിങ്ങൾ കരുതുന്നത് പോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻസെസ്റ്റ് തെറ്റാണെന്ന് കരുതാം, ഇൻഹറന്റ്ലി തന്നെ തെറ്റാണെന്ന് കരുതാം. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു ഇൻസെസ്റ്റ് റിപ്പൾസീവ് ആണെന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇൻഹറന്റ്ലി തെറ്റാണെന്ന് കരുതാം. അങ്ങനെ തെറ്റാണെന്ന് കരുതുന്ന കാര്യങ്ങൾ
വേറൊരാൾക്ക് എത്ര തന്നെ ജീവിതകാലത്തിൽ ആൾക്ക് പ്രശ്നം ഉണ്ടായാലും, ഓക്കെ, ആ പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പ്രശ്നം ഉണ്ടായാലും ആൾക്ക് അത് അനുവദിക്കാതിരിക്കുകയും ചെയ്യാം. ഓക്കെ, അതല്ല പേരെന്തായിരുന്നു, താങ്കൾ പറഞ്ഞ അല്ലെങ്കിൽ താങ്കൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ തെറ്റാവാൻ പാടുള്ളൂ, വേറൊരാൾക്ക് തെറ്റാന്ന് കരുതുന്ന അല്ലെങ്കിൽ വേറൊരാൾക്ക് റിപ്പൾസീവ് ആണെന്ന് കരുതുന്ന കാര്യം തെറ്റാണെന്ന് കരുതാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് പറഞ്ഞ സംഘികളുടെ നിലപാടാണ് എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത്. ഇനി സ്വാഭാവികമായും അടുത്ത വിഷയം, വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടത്തിൽ പല ആളുകൾക്കും പല കാര്യങ്ങൾ തെറ്റാന്ന് തോന്നാം. ഇപ്പൊ നിങ്ങളിവിടെ പറഞ്ഞു എന്താണ് റൈറ്റ് ടു പ്രൈവസി പ്രശ്നമാണ് എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ കൺസെന്റ് പ്രശ്നം എന്ന് പറഞ്ഞു. പക്ഷെ പല നിരീശ്വരവാദികളും പറയുന്ന കാര്യമാണ് എന്താണ് റൈറ്റ് ടു കൺസെന്റും പ്രൈവസി ഒന്നും ഒരു ഇഷ്യൂ അല്ല, ഹാം മാത്രമാണ് ഇഷ്യൂ, ഓക്കെ എന്ന് പറയുന്ന നിരീശ്വരവാദികളുണ്ട്. അപ്പൊ പല ആളുകൾക്കും പല കാര്യങ്ങളായിരിക്കും തെറ്റായിട്ട് തോന്നുക. അപ്പൊ പിന്നെ അതിൽ ഏതാണ് ശരിക്കുള്ള തെറ്റ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിൽ യാതൊരു മാനദണ്ഡവുമില്ല, നമ്മുടെ കയ്യിൽ മാനദണ്ഡമുണ്ട്. അവിടെയാണ് സ്വാഭാവികമായും തെറ്റും ശരിയും സർവശക്തനായ സർവജ്ഞാനിയായ ഒരു ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്, അല്ലെങ്കിൽ ദൈവം പറയുന്നതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച നമ്മളെ ഒരു വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ പ്രപഞ്ചത്തിന് എന്തുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസോടെ സൃഷ്ടിച്ച ആ ദൈവത്തിന് അറിയാം നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് ശരിയും തെറ്റുകളും എന്തൊക്കെയാണ് ശരിയല്ല തെറ്റല്ല എന്നുള്ളത് ആ ദൈവത്തിനാണ് അറിയുക. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സോഷ്യലും കൾച്ചറലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസെക്ഷുവാലിറ്റി, ഇന്ന് നിങ്ങൾ ഇൻസെസ്റ്റ് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ റൈറ്റ് ടു പ്രൈവസി അല്ലെങ്കിൽ പ്രൈവസി വയലേഷൻ എങ്ങനെയാണോ കാണുന്നത്, അല്ലെങ്കിൽ കൺസെന്റ് വയലേഷൻ എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ മോറലി ഡിസ്റ്റർബിംഗ് ആയിട്ട് കാണുന്ന ആളുകളുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലുള്ള ഏത് ആളുകൾ പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു മാനദണ്ഡം വേണം. അവിടെയാണ് മാനദണ്ഡം വേണം എന്നുള്ളതാണ്. അവിടെ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ദൈവം ഇല്ല എന്നുള്ള ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും മാനദണ്ഡമില്ല, പിന്നെ വെറുതെ ഡിസ്കഷൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ശരിയാന്ന് തോന്നുന്നു, വേറെ ചില ആളുകൾക്ക് വേറെ കാര്യങ്ങൾ ശരിയാന്ന് തോന്നുന്നു. അത് പിന്നെ ഡിസ്കഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആപ്പിൾ ആണ് ഇഷ്ടം, എനിക്ക് ഓറഞ്ച് ആണ് ഇഷ്ടം. അപ്പൊ നമ്മൾ രാത്രി മുതൽ രാവിലെ വരെ ഡിബേറ്റ് എടുത്തിട്ടും ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം അല്ലെങ്കിൽ ഞാൻ പറയണം, ഓക്കെ ഇന്നൊരു വ്യക്തിയുണ്ട്, അയാളുടെ ടേസ്റ്റ് ബഡ്സ് ആണ് അല്ലെങ്കിൽ അയാൾ തീരുമാനിക്കുന്നതാണ് ശരിയായ ടേസ്റ്റ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ അതിന്റെ ബേസിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ആയ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ആലോചിക്കാൻ ഞാൻ എത്ര ഉറക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓറഞ്ചിനാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ആപ്പിളിനാണ് ടേസ്റ്റ് നിങ്ങൾക്കും പറയാം. അപ്പൊ നമുക്കൊരു തേർഡ് പോയിന്റ് വേണം, ആ ടേസ്റ്റിന്റെ മാനദണ്ഡം അല്ലെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ഇന്ന ക്വാളിറ്റീസ് ആണ് വേണ്ടത് എന്നുള്ളൊരു കോമൺ ഗ്രൗണ്ട് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്കിത് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ദൈവം ഇല്ല എങ്കിൽ നമുക്ക് ആ കോമൺ ഗ്രൗണ്ട് ഇല്ല. പിന്നെ പറഞ്ഞില്ലേ തർക്കിക്കുന്നതിൽ അർത്ഥമല്ല. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾക്ക് ധാർമ്മികത ഇല്ല എന്നോ അവർക്ക് ധാർമ്മികത എവിടെയും ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നോ, 2 നിരീശ്വരവാദികൾ തമ്മിൽ ധാർമ്മികത വിഷയത്തിൽ തർക്കിച്ചാൽ എവിടെ എത്താനും പറ്റില്ല എന്നോ നമ്മൾ പറയുന്നതിന്റെ കാരണം. ഇനി ദൈവം ഉണ്ട് എങ്കിൽ ഉണ്ട് എന്നല്ല പറയുന്നത്, ഉണ്ട് എങ്കിൽ ആ ദൈവത്തിൽ നിന്ന് ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് 1400 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിലും ആ വേദഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്ന നിർദ്ദേശങ്ങളായിരിക്കും നമ്മൾ എല്ലാവരും അംഗീകരിക്കേണ്ടത് എന്നുള്ളത് പേരിൽ അറിയാത്തതുകൊണ്ട് എന്താണ് ബാംഗ്ലൂർ അംഗീകരിക്കുന്നുണ്ടോ? ആ ചോദ്യം തന്നെ പ്രസക്തല്ല. ബിക്കോസ് ആ ചോദ്യം തന്നെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം വേദഗ്രന്ഥം ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ അംഗീകരിക്കുക? ഇതിപ്പോ വെളുത്ത ആന ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് കയറുമോ എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കുന്നു. ദൈവം ഉണ്ടെന്നുള്ളതിനെ തെളിവൊന്നുമില്ല. ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി ശരി ഉണ്ടെന്ന് വെക്കി. അല്ല, എനിക്ക് വെളുത്ത ആന ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് കയറുമോ എന്നുള്ള ചോദ്യത്തിന് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. വെളുത്ത ആന ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പുറത്ത് കയറും, എനിക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? കയറിക്കോളൂ, പക്ഷെ വെളുത്താന ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് പറയാമല്ലോ. അല്ലെ, വെളുത്താന ഇല്ലെങ്കിൽ കയറണ്ട. ഞാൻ ചോദിച്ചത് വെളുത്താന ഉണ്ടെങ്കിൽ കയറുമെന്ന് ഞാൻ ചോദിച്ചത്. വെളുത്താന രണ്ട് പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ദൈവം ഇല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് യാതൊരു മാനദണ്ഡവും ഇല്ല. പിന്നെ ധാർമ്മികതയെ കുറിച്ച് മിണ്ടണ്ട. ഓക്കെ, അതാണ് ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ധാർമ്മികതയ്ക്ക് ഒരു കോമൺ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ് കിട്ടും. ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ ചർച്ചയാണല്ലോ. ശരി, ഇനി ദൈവം ഉണ്ടെന്ന് തന്നെ വെക്കാം ഒരു വാദത്തിന് വേണ്ടി, ഫോർ ദ സേക്ക് ഓഫ് ആൻ ആർഗ്യുമെന്റ്. ദൈവം ഉണ്ടെന്ന് തന്നെ അങ്ങ് ഇരിക്കട്ടെ. സപ്പോസ് ഈ ദൈവം ബുക്ക് ഇറക്കിയെന്നും അത് തന്നെ ഒരു അബ്സേർഡ് ആണ് കേൾക്കുമ്പോ തന്നെ. അത് ഈ ബുക്കാണെന്ന് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് പറയാം ബൈബിൾ ആണെന്ന്, ഹിന്ദുക്കൾക്ക് പറയാം മേ ബി ഗീതയാണെന്ന്. അതിപ്പോ ആർക്കും പറഞ്ഞൂടെ? എന്നിട്ട് ആ ബുക്ക് അനുസരിച്ച് ജീവിക്കാവൂ, അതാണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് നിങ്ങൾ പറയുന്നു. ഇതിലൊന്നും ഒരർത്ഥവും ഇല്ലല്ലോ. ഇതൊക്കെ ഇപ്പൊ ആർക്കും എന്താ പറഞ്ഞുകൂടാത്ത? നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഓറഞ്ച് ആണ് നല്ലതെന്ന്, ഞാൻ ആപ്പിൾ ആണ് നല്ലതെന്ന് നിങ്ങള്. അതിപ്പോ ആർക്കും പറയാം ഈ ബുക്കാണ് ദൈവം ഇറക്കിയതെന്ന് നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ്. നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ അങ്ങനെ വിശ്വസിക്കുന്നു, ഫോളോ
ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ ചിലപ്പോൾ പറയാം അതല്ല, ആ ബുക്ക് കൊള്ളില്ല, ബൈബിളാണ് ശരിയെന്ന് അവർ പറയുന്നു. അപ്പൊ ഇവിടെയും എവിടെയാണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഉള്ളത്? ഓരോരുത്തരും ഓരോ ബുക്ക് എടുത്ത് വെച്ചിട്ട് ആ ബുക്കാണ് ശരിയെന്ന് സമർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അതാണ് ദൈവികം എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നു എന്നല്ലാതെ ഒബ്ജക്റ്റീവ്ലി ഇന്ന ബുക്കാണ് ദൈവികം എന്ന് തെളിയിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. ഇനി എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞോളൂ. എന്റെ ചോദ്യം അതായിരുന്നില്ല, ബുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ലായിരുന്നു എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞോളൂ. നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ദൈവം ഉണ്ടെങ്കിൽ, ദൈവം അങ്ങനെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണ്ടെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ആ. അങ്ങനെ ഒരു ദൈവം ശരിക്കും ഉണ്ട് എങ്കിൽ ആ ദൈവം എല്ലാ കേസസും കൺസിഡർ ചെയ്തൊരു നല്ല ബുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ ഫോളോ ചെയ്യും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതില്ലല്ലോ. ഓക്കെ, ഫൈൻ. അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ളതാണ് സംഭവിച്ചത്. എന്റെ ഫസ്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഗ്രി ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ടല്ലോ. ദൈവം ഇല്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ധാർമ്മികതയുടെ വിഷയത്തിൽ ആപ്പിൾ ഓറഞ്ച് ഡിസ്കസ് ചെയ്യുന്നത് പോലെയാണ്, നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇല്ല, അംഗീകരിക്കുന്നില്ല. ഫസ്റ്റ് പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നതേ ഇല്ല. ഫസ്റ്റ് പോയിന്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കാത്തത്? ഫസ്റ്റ് പോയിന്റിൽ ദൈവം ഉണ്ട്, ഷാനുക്ക അല്ല സോറി, എന്താ നിങ്ങൾ പറഞ്ഞ ദൈവം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ദൈവം ഇല്ലെങ്കിൽ പിന്നെ ധാർമ്മികതയെ കുറിച്ച് എന്തിനാണ് ചർച്ച എന്ന്? അല്ല, ധാർമ്മികതയ്ക്ക് ധാർമ്മികത എന്ത് ദൈവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദിച്ചത്. ധാർമ്മികത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വ്യക്തിയുടെ സ്വകാര്യത, ഒരു സമൂഹത്തിന്റെ മിനിറ്റ്, നന്മ, ഒരുപാട് ന്യൂആൻസസിന്റെ വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ. സ്വാതന്ത്ര്യം ധാർമ്മികമാണെന്നും അസ്വാതന്ത്ര്യം അധാർമികമാണെന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് ധാർമ്മികമാണ്. സ്വാതന്ത്ര്യമല്ല ധാർമ്മികമാവുന്നത്. വ്യക്തിയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തിയുടെ അവകാശം പോലുള്ള മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ധാർമ്മികത നമ്മളായിട്ട് നിർവചിക്കുകയാണ്, അല്ലാണ്ട് ദൈവം കൊണ്ടുവരുന്നതല്ല. ഓക്കെ, അതെങ്ങനെ നിങ്ങൾ നിർവചിക്കുന്നത് ചോദിച്ചത്? ഓരോരുത്തർക്ക് ഓരോന്ന് നിർവചിച്ചൂടെ? അതുകൊണ്ടാണല്ലോ കൂട്ടായ ആലോചനകളിലൂടെയൊക്കെ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് അല്ലെങ്കിൽ ഓക്കെ, ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ കൂട്ടായ പറയുന്നത് ആലോചനയിലൂടെ എല്ലാവരും ഫോളോ ചെയ്യണമെന്നല്ല, മറിച്ച് മനുഷ്യർ ഇരുന്ന് കൂട്ടായ ആലോചനയിലൂടെ ഇതാക്കണമെങ്കിൽ നമുക്കൊരു കോമൺ മാനദണ്ഡം വേണ്ടേ? രണ്ടുപേര് തമ്മിൽ രാത്രിയും രാവിലെ മുതൽ 24 മണിക്കൂറും ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് ചോദിച്ചത്? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ അതാത് കാലഘട്ടങ്ങളിൽ അതാത് പ്രദേശങ്ങളിൽ മനുഷ്യർ നേരിടുന്ന വിഷയങ്ങള്, അതിന് കണ്ടെത്തുന്ന പരിഹാരങ്ങള്, അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചകള്, പൊതുവായി താനേ മൂല്യങ്ങൾ ഉയർന്നു വന്നതാണല്ലോ ഈ കാണുന്ന മൂല്യങ്ങൾ. ഇപ്പൊ ഡെമോക്രസി എന്നൊരു മൂല്യം എങ്ങനെ ഉണ്ടായത്? ഡെമോക്രസി മൂല്യമാണെന്ന് മനസ്സിലായത്? അത് ശരി, ഇതിപ്പോ റോസാപ്പൂവ് പൂവാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇരിക്കും. മൂല്യം എന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മള് ഡെമോക്രസി അല്ലെങ്കിൽ സെക്യുലറിസം, ഇന്ത്യ ഒരു ഡെമോക്രസി ആയി തുടരണമെന്ന് നിങ്ങൾക്ക് മൂല്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യ സെക്യുലർ ആയി തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ മൂല്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു യുക്തിവാദിക്ക് എങ്ങനെയാ മനസ്സിലായത്? ആ മൂല്യം ഷാറുഖ ഒരു സംശയം ചോദിക്കട്ടെ. ഇതിലിടയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു നാച്ചുറലിസ്റ്റ് ആയ ഒരു സുഹൃത്താണ്. പുള്ളിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. മൂപ്പര് ഒരു ഭയങ്കര, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പീഡോഫൈൽ ആയിട്ടുള്ള ആളാണ്. അപ്പോ പുള്ളിനോട് ചോദിച്ചൊരു ചോദ്യം, മൂപ്പരെ ജീവിതത്തിൽ മൂപ്പർക്ക് അങ്ങനെ ആവശ്യമുണ്ട്. അപ്പൊ മൂപ്പര് വളരെ നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, നാച്ചുറലി കാര്യങ്ങൾ സംഭവിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിനോട് ഒരു സംഭവം ചോദിച്ചു, നിങ്ങൾക്കൊരു ഉത്തരം തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ പുള്ളി വിശ്വസിക്കുന്നുണ്ട് വെച്ചാൽ ഇവിടെ നടക്കുന്ന ആക്ട് ഒക്കെ ഒരു നാച്ചുറലി അവന്റെ തലച്ചോറിൽ നടക്കുന്ന ഇലക്ട്രോണിക് ഫയറിങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്നൊന്നും, അത് അതിന്റെ പുറത്ത് അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇത്തരം എന്തെങ്കിലും ഒരു നമുക്ക് കാണാൻ കഴിയാത്തപ്പോ നാച്ചുറലി നമുക്ക് എക്സ്പെരിമെന്റലി സയന്റിഫിക്കലി കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൊണ്ട് ആളുകൾ നിർവചിക്കുന്നു എന്നുള്ളൂ. അത് എന്തിന് ഇവര് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഞാനൊരു വിശ്വാസി എന്നുള്ള നിലയിൽ ഇപ്പോ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോ ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ പ്യൂറോഫൈലിൻസിനെ എതിർക്കുന്ന ആളുകൾ എന്തൊക്കെയോ കുറെ ന്യായങ്ങളൊക്കെ വെക്കുന്ന കണ്ടപ്പോ എനിക്ക് അദ്ദേഹം ചോദിച്ച ഈ ചോദ്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ വെച്ചാല് അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആണ്, വളരെയധികം നാച്ചുറലിസ്റ്റിൽ വിശ്വസിക്കുന്ന, മനുഷ്യനൊന്നും ഫ്രീ വില്ലായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നും, അതേപോലെ മനുഷ്യനൊന്നും പ്രത്യേകിച്ച് മൂല്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. അയാൾക്ക് എന്താണ് അയാളെ തലച്ചോറിന് അയാളെ ഇപ്പോ നാച്ചുറലി ആയിട്ട് അയാൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോ അയാളിപ്പോ മറ്റേ ചാമിന്റെ വിഷയത്തിലൊക്കെ പുള്ളി പറയാറുള്ളത് എന്താ വെച്ചാൽ അയാളൊരു സെക്ഷലി അയാൾക്കൊരു ഫയറിംഗ് ഉണ്ടായ സമയമായിരുന്നു അത്. അപ്പൊ അയാൾ അങ്ങനെ ചെയ്തു, അതിനെ എന്തായിട്ട് തെറ്റായിട്ടോ ശരിയായിട്ടോ അയാൾ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോ അതിനെങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുക. ഇങ്ങനെ കുറെ ആൾക്ക് ഇപ്പോ മൂല്യങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആളുകൾ, പക്ഷെ അവർക്കും ഇതിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളടത്ത് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്, നോർമൽ കോൺസിക്വൻസ് ആണ് ഇത് എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു ആശയമാണെങ്കിലും അത്
സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം പല നിരീശ്വരവാദികളും എന്താണ് ഇൻസെസ്റ്റ് തെറ്റാണ് എന്ന് പറയുന്നവരായിരിക്കും. കുറച്ചും കൂടിയും ഒന്ന് പുരോഗമിക്കുമ്പോൾ അവർ മനസ്സിലായി ഈ ശരിയാണ്, ഞങ്ങളുടെ വീക്ഷണപ്രകാരം ഇൻസെസ്റ്റ് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ട് എന്താണ് ഇൻസെസ്റ്റ് ശരിയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വരിക. കുറച്ചും കൂടി ഒന്ന് പുരോഗമിക്കുമ്പോഴാണ് ചിലപ്പം പരസ്ത്രീ ബന്ധം തെറ്റാണ് എന്നവർ പറയാം. കുറച്ചുകൂടി പുരോഗമിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയാ എന്താണ് ഈ പറയുന്ന ഫീഡോഫൈലിന്റെ ഞങ്ങൾ പറഞ്ഞ ഈ ഉപദ്രവം ഒഴിച്ചിട്ടുള്ള ബാക്കി സിനാരിയോ ഒക്കെ തെറ്റാണ്, ഉപദ്രവിക്കാൻ പാടില്ല, പക്ഷെ കുട്ടി അറിയാതെ നമ്മൾ ചെയ്ത പ്രശ്നമല്ല. ഫസ്റ്റ് എന്താണ് കുറച്ച് പുരോഗമിക്കുമ്പോൾ ഫോട്ടോ കാര്യമായിരിക്കും വരിക, കുറച്ചുകൂടി പുരോഗമിക്കുകയാണ് നേരിട്ട് തൊട്ടാലും കുഴപ്പമില്ല എന്ന് വരിക. അങ്ങനെ കുറച്ചും കൂടി അങ്ങനെ എന്താ പറയാ ഇവർ വിശ്വസിക്കുന്ന നിരീശ്വരവാദത്തിന്റെ കോൺസിക്വൻസുകൾ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഒരിക്കലും അതിന്റെ ഒരു പ്രോപ്പർ കോൺസിക്വൻസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ കുറച്ചും കൂടി പുരോഗമിച്ച് വരുമ്പോഴാണ് അങ്ങനെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നുമില്ല, അതൊക്കെ എവല്യൂഷനിലൂടെ വരിത്തിരിഞ്ഞു വന്ന കുറെ തോന്നലുകളാണ് എന്ന് വരിക. അവിടെ നിന്നും കുറച്ചും കൂടി പുരോഗമിക്കുമ്പോഴാണ് ഈ പറയുന്ന ഫ്രീ വിൽ ഇല്ലാത്ത എനിക്ക് അങ്ങനെ ശരി തെറ്റുകൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും നമ്മൾ ഉത്തരവാദികളല്ല എന്നൊക്കെയുള്ള വീക്ഷണങ്ങളിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ പറയുന്ന ഒരാളെ കുറിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അയാളടുത്ത് പിന്നെ നമുക്ക് എന്താണ് ഇന്റേണൽ ഇൻകൺസിസ്റ്റൻസി ഒന്നും കാണിക്കാനില്ല, അയാൾ കൺസിസ്റ്റന്റ് ആണ്, അയാളുടെ വീക്ഷണത്തോടെ അയാൾ 100% നീതി പുലർത്തുന്നുണ്ട് എന്നാണ് നമ്മൾ പറയാ. പിന്നെ നമുക്കുള്ളത് അതിന്റെ ബേസ് റൂട്ടിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അയാൾ നിരീശ്വരവാദം തെറ്റാണ് എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന ആൾക്ക് സമർത്ഥിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ ഇപ്പം നമ്മളെ ബാംഗ്ലൂരിനോട് സംസാരിച്ചതുപോലെ ഒന്നും നമുക്ക് അയാളോട് സംസാരിക്കാൻ കഴിയില്ല, കാരണം അയാൾ എത്തിക്കഴിഞ്ഞു, അയാളെ സംബന്ധിച്ചിട്ട് ഒന്നും തെറ്റല്ല എന്ന് അയാൾ അംഗീകരിച്ച് കഴിഞ്ഞു. അല്ല, ഈ ബാംഗ്ലൂരുമായിട്ട് ഇദ്ദേഹം സംവദിക്കുമ്പോൾ എങ്ങനെ വരിക എന്നുള്ളൊരു സംശയമുണ്ട്. ബാംഗ്ലൂരുമായിട്ട് കാരണം ഇവരെന്ന് പറഞ്ഞ് നിങ്ങൾ 1500 കൊല്ലം മുമ്പത്തെ പുസ്തകം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ ചിലപ്പോൾ ഒരു 50 കൊല്ലം മുമ്പത്തെ പുസ്തകം വിശ്വസിക്കുന്നു എന്ന് ഈ ആളുകൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും മറുപടി അറിയുക? കാരണം ഞങ്ങൾ വളരെ 10 കൊല്ലോ അല്ലെങ്കിൽ 5 കൊല്ലോ ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്, അപ്പൊ നിങ്ങളെക്കാളും ഞങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് ഈ ബാംഗ്ലൂരിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉത്തരം അതിന് നൽകാൻ കഴിയുക? പ്രത്യേകിച്ച് ഒരു ഉത്തരം, ഒരു ബേസിക് ഒന്നും ഇല്ലല്ലോ. അതെ അതാണ് നമ്മുടെ ആ ഒരു പിന്നെ ആ സുഹൃത്ത് പോയിട്ടുണ്ട്, ഒരു മെസ്സേജ് ഇട്ടിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, ഐ ആം ലീവിംഗ്, ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു, ഓൾ ദ ബെസ്റ്റ് വിഷസ് ടു യുവർ ടീം, ലെറ്റ്സ് അഗ്രി ടു ഡിസ്അഗ്രി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിവേ നമ്മൾ ഈ മൊത്തം ചർച്ചയിൽ നിന്ന് അദ്ദേഹം വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ആയിട്ടായിരുന്നു വന്നിരുന്നത്. നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആക്ടുകൾ സ്വവർഗ രതി തെറ്റാണെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ജീവിതാവസാനം വരേക്കും അദ്ദേഹത്തിന്റെ സെക്ഷൽ പ്ലഷർ ലിമിറ്റ് ചെയ്യല്ലേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഒരു മാനദണ്ഡം വെച്ച് ഒരു കാര്യം തെറ്റാണെങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ലിമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് വെക്കുക പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്വിയസ്ലി ഉണ്ടാവും. അതിനുള്ള അദ്ദേഹം പോലും അത് ചെയ്യും എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീഡോഫീലിയ പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അവിടെ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം പീഡോഫീലിയ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ആ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അയാളുടെ വിശ്വാസം. അതിന് ജീവിതകാലം അവസാനം വരേക്കും നരകിക്കുകയാണെങ്കിൽ പോലും അത് തെറ്റ് ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മൾ ചോദിച്ചു, ഒരാള് മറ്റൊരു സ്ത്രീയെ കിട്ടാത്ത ഒരാള് കല്യാണം കഴിച്ച ഒരു സ്ത്രീയുമായി പിന്നെ അത്തരത്തിലുള്ള ബന്ധം ആ സ്ത്രീക്കും താല്പര്യമുണ്ടെങ്കിൽ പോലും ഭർത്താവുമായിട്ടൊരു കൾച്ചറൽ ആയ ഒരു അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പോലും അത് പാടില്ല എന്ന് വെച്ചാൽ ജീവിതാവസാനം വരേക്കും ആ മനുഷ്യനും നരകിച്ചോട്ടെ എന്ന് വെച്ചാൽ ഇദ്ദേഹം തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ അത് തെറ്റായതുകൊണ്ട് മറുഭാഗത്ത് സഫറിങ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, അത് സഹിക്കേണ്ടി വരും എന്നുള്ള പൊസിഷൻ തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മറുപടി. അതായത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില സഫറിങ് അതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഫോർ എ ഗ്രേറ്റർ ഗുഡ്. അദ്ദേഹത്തിന് അതുപോലും മുന്നോട്ട് വെക്കാനില്ല, ഒരു നിരീശ്വരവാദിക്ക് അതുപോലും മുന്നോട്ട് വെക്കാനില്ല. കാരണം ഒരു ഗ്രേറ്റർ ഗുഡും അവർക്ക് പറയാനില്ല. തെറ്റ് ചെയ്യാതിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയൊക്കെ ജീവിതാവസാനം വരേക്കും കൺട്രോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഒരു മാനദണ്ഡമില്ല. ഒരു പീഡോഫൈലായ ഒരു വ്യക്തി ജീവിതാവസാനം വരേക്കും എന്തിനു കൺട്രോൾ ചെയ്യണം? ജസ്റ്റ് ആരൊക്കെ എന്തോ കൺസെന്റ്, അതുപോലെ തന്നെ പ്രൈവസി ചില എന്തൊക്കെ എഴുതി വെച്ചു എന്നുള്ളതിന്റെ പേര് ഞാൻ എന്തിനത് ചെയ്യാതിരിക്കണം? അതിനെന്ത് ഗ്രേറ്റർ ഗുഡാണുള്ളത്? അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അവിടെ ഒരു ഗ്രേറ്റർ മുന്നോട്ട് വെക്കാനുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൽ മനസ്സിലായെന്ന് വെച്ചാൽ ഇനി ഒരു മിനിറ്റ് ഷാബിൻ, ബാക്കി കുറച്ച് ആൾക്കാർ കൂടിയുണ്ട് നിങ്ങളുടെ മുമ്പേ ജോയിൻ ചെയ്തവർ, അതിലേക്ക് അവർ കഴിഞ്ഞ ശേഷം ഷാബിനിലേക്ക് വരാം. അപ്പൊ എനിവേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ നിരീശ്വരവാദികളായ ആളുകൾക്ക് അവർ ജോയിൻ ചെയ്തിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുവരെയുള്ള എല്ലാ ചർച്ചകളിലും കണ്ടൊരു കാര്യമാണ്,
ആദ്യം ഒരു കാര്യം പറയും, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ വേറൊരു മാനദണ്ഡം വരും, അതിനൊരു ചോദ്യം ചോദിച്ചാൽ വേറൊരു മാനദണ്ഡം വരും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഷാനു പറഞ്ഞതുപോലെ ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ കൂടുതൽ ടേസ്റ്റ് എന്ന് രണ്ടാൾക്കാർ ഇരുന്നിട്ട് ചർച്ച ചെയ്തതുപോലെ മാത്രമാണ് ഇവർക്കും ഈ ധാർമ്മികത. ഒരിക്കലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ നമ്മൾ ക്ലബ് ഹൗസ് കാലം തൊട്ടേ പറയുന്ന ഒരു വാചകമാണ്. ഒരിക്കലും ഒരു കാര്യവും ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ നിരീശ്വരവാദത്തിന്റെ ധാർമ്മികതക്ക് സാധ്യമല്ല. ഒരിക്കലും ഒരു തെറ്റായ കാര്യം ചെയ്യരുതെന്നുള്ളതിന് ഒരു റീസണിങ്ങോ ശരിയായ ഒരു കാര്യം ചെയ്യണമെന്നുള്ളതിന് ഒരു റീസണിങ്ങോ നിരീശ്വരവാദികൾക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഓരോ ചർച്ചയിലും ഓരോ ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയാണ്. അതിന്റെ ഒരു തുടർച്ച മാത്രമാണിത്. നമുക്ക് ഏതായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടരണം. സാനു പെട്ടെന്ന് സംസാരിച്ചോ.